രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധയുടെ പ്രണയം 72ാമത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. ചൊവ്വാഴ്ചയാകാൻ കാത്തിരിക്കുന്ന രാധാജിയുടെ കഥ കേൾക്കാൻ കാത്തിരിക്കുന്ന പുണ്യാത്മാക്കളെ, അതെ നിങ്ങൾ പുണ്യാത്മാക്കളാണ്. നിങ്ങളെ രാധയുടെ പ്രണയത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ നമുക്ക് ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ അവരെന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, സാറേ ഇത് രാധാജിയുടെ കഥ തുടക്കം തൊട്ട് കിട്ടാൻ എന്ത് ചെയ്യണം? അത് ഞാൻ എൻ്റെ എല്ലാ വീഡിയോ തുടങ്ങുമ്പോഴും ഞാൻ പറയാറുണ്ട്, നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് ഉണ്ട്. പ്ലേലിസ്റ്റിനകത്ത് രാധയുടെ പ്രണയമുണ്ട്, അഷ്ടപതിയുടെ ക്ലാസ് ഉണ്ട്. ഇന്നലെ തൊട്ട് നാരായണീയത്തിൻ്റെ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്, മനസ്സിലായില്ലേ? പിന്നെ ഞാൻ എങ്ങനെ രാധാഭക്തനായി എന്ന കഥ കൊടുത്തിട്ടുണ്ട്. സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കേണ്ടവർക്ക് അതുണ്ട്. 8 അധ്യായം വരെ കൊടുത്തിട്ടുണ്ട് ഞാൻ. അല്ല കൊല്ലം, തിരുവനന്തപുരം, ആലപ്പുഴ, കൊട്ടാരക്കരയ്ക്ക് ഉള്ളവർക്ക് വന്ന് പഠിക്കാം. ദൂരെ ഉള്ളവർക്ക് സ്റ്റേ ചെയ്യാം. അല്ലാത്തവർക്ക് എൻ്റെ യൂട്യൂബിലെ വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി. അതേ കണക്ക് ജ്യോതിഷമുണ്ട്. ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലങ്ങളുണ്ട്, ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലങ്ങളുണ്ട്. അപ്പം അതൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പം നമുക്ക് രാധയുടെ പ്രണയത്തിലേക്ക് നമുക്ക് കടക്കാം. 72ാമത്തെ എപ്പിസോഡ്. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കീ. പറഞ്ഞു, നിങ്ങൾ കൂടെ പറഞ്ഞോളൂ. ജയ്. എൻ്റെ പൊന്നുമാതാവ്, നിങ്ങളുടെ മാതാവ് ശ്രീ രാധാറാണി അമ്മ കീ ജയ്. എനിക്കും നിങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും വാരി കോരിത്തരുന്ന നമ്മുടെ പൊന്ന് രാധാറാണി അമ്മ കീ ജയ്. എന്നെയും നിങ്ങളെയും സർവ്വ പാപങ്ങളിൽ നിന്നും രക്ഷിക്കുന്ന നമ്മുടെ പൊന്ന് രാധാറാണി അമ്മ കീ ജയ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സാന്ദീപ മുനിയുടെ അടുക്കലിരുന്ന് ബലരാമൻ ജരാസന്ധനെ തോപ്പിച്ച വീരകഥകൾ പറഞ്ഞപ്പോൾ 2 പെൺകുട്ടികൾ കയറി വന്നു. അതിൽ ഒരു പെൺകുട്ടി ശ്വേതകേതുവിൻ്റെ സഹോദരിയാണ്. രണ്ടാമത്തെ പെൺകുട്ടി ആര്?
ബലരാമന്റെ കണ്ണുകൾ അവളിൽ ഉടക്കി നിന്നു. നല്ല ഒത്ത ശരീരം, ആരോഗ്യ ദൃഢഗാത്രമായ ശരീരം, ആ ശരീരം, അതിമനോഹരമായ കണ്ണുകള്, സുന്ദരി. ബലരാമന്റെ കണ്ണുകൾ അവളിൽ തന്നെ ഉടക്കി നിന്നു. അവൾ ആരാണെന്നറിയാനുള്ള ആകാംക്ഷ വന്നു. അപ്പോൾ സാന്ദീപ മുനി പറഞ്ഞു, അറിയില്ലേ, ഇവളാണ് രേവതി. എൻ്റെ ശിഷ്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രേവതിയാണ്. അവളെ ഞാൻ സകല ആയുധ വിദ്യകളും പഠിപ്പിച്ചിട്ടുണ്ട്. അവളെ ഞാൻ ഗദായുദ്ധമുറ പഠിപ്പിച്ചിട്ടുണ്ട്. അവൾ എൻ്റെ ശിഷ്യരിൽ ഏറ്റവും പ്രമുഖയാണെന്ന് പറഞ്ഞു. അപ്പോൾ ബലരാമൻ രേവതിയെ ഒന്ന് നോക്കി. പക്ഷേ രേവതി ഇങ്ങോട്ടേക്ക് നോക്കുന്നതേയില്ല. അപ്പോൾ രേവതി ഗുരുവിനെ വണങ്ങിയതിന് ശേഷം രേവതി നടന്നുപോയി. അപ്പോൾ ബലരാമനും കൃഷ്ണനും കൂടെ ചോദിച്ചു, എന്താണ് ഈ രേവതി? രേവതിയുടെ മുഖത്തൊരു മ്ലാനതയും ഉണ്ടല്ലോ. അപ്പോൾ പറഞ്ഞു, സാന്ദീപ മുനി പറഞ്ഞു, രേവതി ഒരു ദുരന്ത കഥയിലെ നായികയാണ് കൃഷ്ണ. അപ്പോൾ എന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, പ്രഭാസ തീർത്ഥത്തിലെ കുശസ്ഥലി. ആ പ്രഭാസ തീർത്ഥത്തിലെ കുശസ്ഥലിയിലെ രാജാവാണ് രേവതൻ. ആ രേവതന്റെ മകളാണ് ആരെന്ന് പറയുന്നത്? രേവതി. നമ്മുടെ സാന്ദീപ മുനിയുടെ മകനായ പുനർദത്തനുണ്ട്. പുനർദത്തനെ അപഹരിച്ചു കൊണ്ടുപോയ പുണ്യജനരാക്ഷസന്മാര്, കൃഷ്ണൻ ആ നാഗലോകത്ത് ചെന്നാണ് അവരെ മോചിപ്പിച്ചു കൊണ്ടുവന്നത്. ആ പുണ്യജനരാക്ഷസന്മാര് ഒരർദ്ധരാത്രിക്ക് രേവതന്റെ കുശസ്ഥലി ആക്രമിച്ചു കീഴടക്കി. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. ഈ കുശസ്ഥലിയാണ് പിന്നീട് ദ്വാരകയായി മാറുന്നതെന്ന സത്യം. അതുകൊണ്ട് ഈ കുശസ്ഥലിക്ക് ഈ കഥയിൽ അതിപ്രധാനമായ ഒരു സ്ഥാനമാണ് ഉള്ളത്. അപ്പോൾ ഈ കുശസ്ഥലി ഇന്ന് പുണ്യജന രാക്ഷസന്മാരുടെ കയ്യിലാണ്. ക്രൂരന്മാരായ പുണ്യജന രാക്ഷസന്മാര് രേവതന്റെ 30 സഹോദരങ്ങളെയാണ് വധിച്ചത്. രേവതന്റെ 7 ആൺമക്കളെയാണ് കൊന്നിരിക്കുന്നത് എന്ന് മാത്രവുമല്ല, അന്തഃപുരത്തിലെ സ്ത്രീകളെ രേവതന്റെ മുന്നിലിട്ട് പുണ്യജന രാക്ഷസന്മാര് ബലാത്കാരം ചെയ്തു. അത് നിസ്സഹായതയോടുകൂടി കണ്ടു നിൽക്കേണ്ടി വന്നു. അതോടുകൂടി രേവതൻ തകർന്നുപോയി. രേവതനും തൻ്റെ വിശ്വസ്തരായ കുറെ ആളുകളും അന്ന് കൈക്കുഞ്ഞായിരുന്ന രേവതിയും കൂടി ഒരു ഗുഹാമുഖത്തിലൂടെ രക്ഷപ്പെട്ടു വരികയാണ് ചെയ്തത്. അതിനുശേഷം രേവതൻ എങ്ങനെയും ഇത് തിരിച്ചു പിടിക്കണമെന്ന ആഗ്രഹം വന്നു. രേവതൻ പല രാജാക്കന്മാരെയും സമീപിച്ചു. പക്ഷേ രേവതനെ സഹായിക്കാൻ ആരും തയ്യാറായില്ല. പുണ്യജന രാക്ഷസന്മാരുമായിട്ട് എതിരിടാൻ ആരും തയ്യാറായില്ല. അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന 5-6 പേർക്ക് എന്തു ചെയ്യാൻ പറ്റും? പക്ഷേ രേവതൻ വളരെ വൈരാഗ്യത്തിലാണ്. രേവതൻ അതിതീവ്രമായിട്ട് തൻ്റെ മകളെ ആയുധവിദ്യ പഠിപ്പിക്കാൻ തുടങ്ങി. ഒരു പുരുഷന് പോലും സഹിക്കാൻ പറ്റാത്ത തരത്തിലെ കഠിനമായ പ്രയത്നം, കഠിനമായ അഭ്യാസം ആ രേവതിക്ക് നൽകി. രേവതിയെ സാക്ഷാൽ പരശുരാമന്റെ അടുക്കലയച്ചു. പരശുരാമൻ രേവതിയെ സകല ആയുധ വിദ്യകളും പഠിപ്പിച്ചു. എന്നിട്ട് മറ്റു ചില ആയുധ വിദ്യകൾ പഠിപ്പിക്കാനായിട്ട് സാന്ദീപ മുനിയുടെ അടുക്കലേക്ക് അയച്ചിരിക്കുകയാണ്. എന്നിട്ട് ഈ രേവതി അഗ്രഗണ്യായി മാറുന്ന ദിവസം കുശസ്ഥലി ആക്രമിച്ചു കീഴടക്കണം. ഇതാണ് രേവതന്റെ പ്ലാൻ. ഈ രേവതൻ ഇവിടെ അടുത്തുള്ളൊരു ഗുഹയിൽ കഴിയുകയാണ്. ഇതൊക്കെ ഇങ്ങനെ നിർനിമേഷമായിട്ട് ആര് നോക്കിക്കൊണ്ടിരുന്നു? കൃഷ്ണനും ബലരാമനും കേട്ടുകൊണ്ടിരുന്നു. അപ്പൊ കൃഷ്ണനും ബലരാമനും പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ മുനെ, ഞങ്ങൾക്ക് ഈ രേവതനെ ഒന്ന് കാണാൻ പറ്റുമോ? അപ്പോൾ പറഞ്ഞു, ആയിക്കോട്ടെ, കാണാം. നിങ്ങൾ 2 പേരും എൻ്റെ കൂടെ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ കൃഷ്ണനും ബലരാമനും കൂടെ ചേർന്ന് രേവതൻ ഇരിക്കുന്ന ഗുഹയിലേക്ക് ചെന്നു. സാന്ദീപ മുനി ഇവരെ കണ്ടു. സാന്ദീപ മുനി ഇവരെയും കൂട്ടി രേവതന്റെ അടുക്കൽ ചെന്നു. രേവതിയുടെ പിതാവായ രേവതന് കൃഷ്ണനെയും ബലരാമനെയും കണ്ടിട്ടൊന്നും തോന്നിയില്ല. അപ്പോൾ സാന്ദീപ മുനി പറഞ്ഞു, ഇത് വസുദേവ പുത്രന്മാരായ ബലരാമനും ശ്രീകൃഷ്ണനുമാണ്.
എന്നിട്ട് ഇവര് ജരാസന്ധനെ തോൽപ്പിച്ച കഥകൾ പറഞ്ഞു. അപ്പോഴും രേവതൻ ഒന്നും മിണ്ടിയില്ല. അപ്പോൾ രേവതന്റെ അടുക്കലായിട്ട് രേവതി നിപ്പുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ബലരാമൻ രേവതിയുടെ കണ്ണുകളിലേക്ക് ഒളിഞ്ഞു നോക്കുന്നത് കൃഷ്ണൻ കണ്ടു. അപ്പൊ കൃഷ്ണന് ഒരു കാര്യം മനസ്സിലായി. തൻ്റെ ജ്യേഷ്ഠന് ഈ രേവതിയിൽ ഒരു ഇഷ്ടം വന്നിരിക്കുന്നു എന്ന സത്യം കൃഷ്ണൻ മനസ്സിലാക്കി. കൃഷ്ണൻ അത്ഭുതപ്പെട്ടു പോയി. നിരവധി സ്ത്രീകൾ ബലരാമന്റെ മുന്നിലൂടെ കടന്നു പോയിട്ടുണ്ട്. ആരോടും ഒരു സ്നേഹവും തോന്നിയിട്ടില്ല എന്ന് മാത്രവുമല്ല, അവിടെ ഗോമന്തകത്തിലെ ഗരുഡ പെൺകുട്ടികളുമായിട്ട് അത് വെറുതെ ജസ്റ്റ് സമയം പോകാൻ വേണ്ടി മാത്രം, ഒരിക്കലും സ്നേഹബന്ധമില്ല. അവരോട് ഉല്ലസിച്ച് അങ്ങനെ പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. ഒരു സ്ത്രീയോടും താല്പര്യം തോന്നിയിട്ടില്ല. ആ തൻ്റെ ജ്യേഷ്ഠന് ഇവിടെ ഇതാ ജ്യേഷ്ഠന്റെ മനസ്സിളക്കിയിരിക്കുന്നു ഈ രേവതി എന്ന സുന്ദരി. അപ്പോൾ കൃഷ്ണൻ വിചാരിച്ചു, അതെ, ഈ രേവതി എന്ന സുന്ദരി എൻ്റെ ബലരാമൻ ജ്യേഷ്ഠന്റെ മനസ്സിളക്കിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ ബലരാമൻ ജ്യേഷ്ഠനും ഒരു ആഹ്ലാദം വേണം, ഒരു സന്തോഷം വേണം. അപ്പോൾ കൃഷ്ണൻ പെട്ടെന്ന് കയറിയിട്ട് പറഞ്ഞു, നോക്കൂ, അങ്ങനെയാണെങ്കിൽ ഈ രേവതിയെക്കുറിച്ചുള്ള കഥകളൊക്കെ സാന്ദീപമുനി ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട സാന്ദീപമുനിയുടെ ശിഷ്യന്മാർ തമ്മിൽ ഒരു മത്സരം നടത്താൻ ആഗ്രഹമുണ്ട്. അപ്പോൾ രേവതൻ പറഞ്ഞു, മത്സരമോ? എൻ്റെ മകൾ മത്സരത്തിനൊന്നുമില്ല. അവളുടെ ഒരേ ഒരു ലക്ഷ്യം കുശസ്ഥലി കീഴടക്കുക, അതിന് പോവുക എന്നത് മാത്രമാണ്. അപ്പോൾ ബലരാമൻ്റെ മുഖമൊന്ന് മങ്ങി. അപ്പോൾ കൃഷ്ണൻ ബലരാമനെ ഒന്ന് നോക്കി. എന്നിട്ട് കൃഷ്ണൻ അടുത്ത തന്ത്രമെടുത്തു. കൃഷ്ണൻ പറഞ്ഞു, അങ്ങനെയല്ല, എൻ്റെ ജ്യേഷ്ഠൻ ഗദായുദ്ധത്തിൽ അഗ്രഗണ്യനാണ്. എൻ്റെ ജ്യേഷ്ഠനെ ഗദായുദ്ധത്തിൽ തോൽപ്പിക്കാൻ വലിയ പാടാണ്. ഈ രേവതിക്ക് അറിയാൻ വയ്യാത്ത പല അടവുകളും എൻ്റെ ജ്യേഷ്ഠൻ പഠിപ്പിച്ചു കൊടുക്കും. എല്ലാ അറിവുകളും നേടി വേണം പോകാൻ. ബലരാമൻ അക്ഷരാർത്ഥത്തിൽ കോൾമയർ കൊണ്ടു. ബലരാമൻ വിചാരിച്ചു, എൻ്റെ അനുജൻ ഇവൻ ആപാരം തന്നെ. എൻ്റെ മനസ്സ് വായിച്ചറിഞ്ഞ കണക്കാണ് ഇവൻ പറയുന്നത്. ബലരാമന് ശരിക്കും കൃഷ്ണനെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ വെക്കാനാണ് തോന്നിയത്. അവൻ എത്ര തന്മയത്വമായിട്ടാണ് രേവതിയെ തന്നിലേക്ക് അടുപ്പിക്കുന്നത്. അപ്പോൾ പറഞ്ഞു, അങ്ങേക്ക് സമ്മതമാണോ? അപ്പൊ രേവതിയോട് ചോദിച്ചു, എന്താണ് മോളെ നിനക്ക് വേണ്ടത്? അപ്പൊ രേവതി പറഞ്ഞു, അച്ഛൻ്റെ ആജ്ഞ പോലെ. അങ്ങനെയാണെങ്കിൽ നീ പൊയ്ക്കൊള്ളൂ. എന്തായാലും ബലരാമൻ ജ്യേഷ്ഠന് ഭയങ്കര സന്തോഷമായി എന്ന് കൃഷ്ണന് മനസ്സിലായി. രണ്ടുപേരും അല്പസമയവും കൂടെ അവിടെ ചെലവഴിച്ചതിന് ശേഷം രണ്ടുപേരും അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി. അപ്പോൾ കൃഷ്ണൻ തൻ്റെ മനസ്സിൽ വിചാരിക്കുകയായിരുന്നു, എന്നും എൻ്റെ നിഴലായി കൂടെ നടക്കാനാണ് ബലരാമൻ ജ്യേഷ്ഠന് ഇഷ്ടം. പലപ്പോഴും ബലരാമൻ ജ്യേഷ്ഠൻ്റെയും കൂടെ സഹായം കൊണ്ടാണ് ഞാൻ പല യുദ്ധങ്ങളും ജയിച്ചിട്ടുള്ളത്. പക്ഷേ എല്ലാ പേരുകളും കിട്ടിയിരിക്കുന്നത് എനിക്കാണ്. ഞാനിതാ ദൈവമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ എൻ്റെ ജ്യേഷ്ഠൻ ഇതുവരെ ഒരു പേരും പെരുമയും നേടിക്കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ശരിക്കും എൻ്റെ കൂടെ നടക്കുന്നത് കൊണ്ട് മാത്രമാണ് അത് വരുന്നത്. അപ്പോൾ കൃഷ്ണൻ മനസ്സിലുറപ്പിച്ചു, ഇപ്രാവശ്യം ഞാനില്ലാതെ ബലരാമൻ ജ്യേഷ്ഠൻ ഒറ്റയ്ക്കൊരു യുദ്ധം ജയിക്കണം. അങ്ങനെ ഒരു യുദ്ധമെങ്കിലും എൻ്റെ ജ്യേഷ്ഠൻ്റെ പേരിൽ വേണം. എല്ലാവരും എന്നെയാണ് പുകഴ്ത്തുന്നത്. അതിനകത്ത് അല്പം പോലും അസൂയയോ സങ്കടമോ ഒന്നുമില്ല എൻ്റെ ബലരാമൻ ജ്യേഷ്ഠന്. സത്യത്തിൽ ഇങ്ങനെ ഒരു ജ്യേഷ്ഠനെ കിട്ടണമെങ്കിൽ ജന്മജന്മാന്തര പുണ്യങ്ങൾ വേണം. അതാണ് അതിൻ്റെ സത്യം. ഓരോ മനുഷ്യനും ബലരാമൻ ജ്യേഷ്ഠനെ പോലെ ഒരു ജ്യേഷ്ഠനെ കിട്ടാനായിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. രാമായണം എടുത്താൽ ലക്ഷ്മണനെ പോലെ ഒരു അനുജനെ കിട്ടാനാണ് പ്രാർത്ഥിക്കേണ്ടത്. നമുക്കിപ്പോൾ നമ്മുടെ ജ്യേഷ്ഠന്മാരുടെയും അനുജന്മാരുടെയൊക്കെ കാര്യം നമുക്കറിയാമല്ലോ എന്തുവാണെന്നുള്ളത്. ഇത് എല്ലാം സ്വന്തം അനിയന് വിട്ടുകൊടുത്തിട്ട് നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മനുഷ്യൻ ഈ യുദ്ധത്തിൽ ജയിച്ചിരിക്കണം. ഏത് വിധേയായാലും ശരി തന്നെ
ഈ എൻ്റെ ജ്യേഷ്ഠൻ ആദ്യമായിട്ട് ആഗ്രഹിച്ച പെൺകുട്ടിയാണ് രേവതി. ആ രേവതിയെ എൻ്റെ ജ്യേഷ്ഠൻ വിവാഹം കഴിക്കണം, അതെൻ്റെ ഒരാഗ്രഹമാണെന്ന് കൃഷ്ണൻ വിചാരിച്ചു. അതിനുള്ള എല്ലാ സന്ദർഭവും ഞാൻ ഒരുക്കി കൊടുക്കാം. എന്തായാലും ബലരാമൻ ജ്യേഷ്ഠൻ്റെ അടുത്ത് ഒന്നും കൂടെ ഒന്ന് നമ്പരിടാം. അപ്പം നടന്നു വന്ന വഴിക്ക് കൃഷ്ണൻ പറഞ്ഞു, ബലരാമൻ ജ്യേഷ്ഠ, ഇവരുടെ കാര്യം ഭയങ്കര കഷ്ടം തന്നെ ഇല്ലേ? ബലരാമൻ പറഞ്ഞു, അതെ അതെ, അവരുടെ കാര്യം ഭയങ്കര കഷ്ടം തന്നെ. നമുക്ക് എങ്ങനെയെങ്കിലും കൃഷ്ണ ആ കുശസ്ഥലി നമുക്ക് പിടിച്ചെടുക്കണം, നീ വേണം മുൻപിൽ നിന്ന് നയിക്കാനായിട്ട്. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ജ്യേഷ്ഠ, ഞാൻ മുമ്പിൽ നിന്ന് നയിക്കാനോ? ജ്യേഷ്ഠൻ അറിയാമോ, ഞാൻ മധുരയിൽ പോയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ബലരാമൻ പറഞ്ഞു, അല്ലല്ലല്ല കൃഷ്ണ, നീ വേണം. കൃഷ്ണൻ പറഞ്ഞു, എൻ്റെ പൊന്നു ബലരാമൻ ജ്യേഷ്ഠ, ബലരാമൻ ജ്യേഷ്ഠൻ്റെ ഒരു ഇതിലാണ് ഞാൻ നിൽക്കുന്നത്. എനിക്കിപ്പം മധുരയ്ക്ക് പോയേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, ബലരാമൻ ജ്യേഷ്ഠൻ അങ്ങ് മധുരയ്ക്ക് പോകും, ഞാൻ ഈ കുശസ്ഥലിയിലേക്ക് പോകാം. നമ്മളിൽ ഒരാൾ മധുരയ്ക്ക് പോകണം. എന്നിട്ട് പതുക്കെ ഒന്ന് ഇടം കണ്ണിട്ട് കൃഷ്ണൻ നോക്കി. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞ എന്താണ്, ബലരാമൻ ജ്യേഷ്ഠൻ മധുരയ്ക്ക് പോ, ഞാൻ രേവതിയുടെ കൂടെ പോയി കുശസ്ഥലി പിടിച്ചെടുക്കാം. അപ്പോൾ ബലരാമൻ ജ്യേഷ്ഠൻ പറഞ്ഞു, വേണ്ട 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 വേണ്ട, അത് വേണ്ട, കുശസ്ഥലി പിടിച്ചെടുക്കാൻ എനിക്ക് പറ്റും, നീ മധുരയ്ക്ക് പൊക്കോ. എന്നാലും എൻ്റെ ജ്യേഷ്ഠ, മധുരയിൽ ചെന്ന എൻ്റെ ജ്യേഷ്ഠനില്ലാതെ ഞാൻ പിന്നെ എന്ത് ചെയ്യും? എൻ്റെ ശക്തി എൻ്റെ ജ്യേഷ്ഠനാണ്. കൃഷ്ണ, നീ വാചകമടിക്കാൻ മിടുക്കനാണ്. കൃഷ്ണൻ പറഞ്ഞു, അല്ല ജ്യേഷ്ഠ, എൻ്റെ ശക്തി എൻ്റെ ജ്യേഷ്ഠനാണ്. ഞാനില്ലെങ്കിലും നീ നിൽക്കാൻ പഠിക്കണ്ടേ? നീ നേരെ മധുരയ്ക്ക് പോയേ. മനസ്സിലായ? കൃഷ്ണൻ്റെ അടവിതാണ്. ഇല്ലെങ്കിൽ കൃഷ്ണനെ മധുരയ്ക്ക് പോകാൻ സമ്മതിക്കത്തില്ല, കൃഷ്ണനെയും കൊണ്ട് കുശസ്ഥലിയിൽ പോകാൻ നോക്കും. അപ്പോൾ കൃഷ്ണൻ തിരിച്ചൊരു നമ്പർ ഇട്ടതാണ്. കൃഷ്ണൻ ആരാണ് മോൻ? കൃഷ്ണൻ പറഞ്ഞു, ഞാൻ രേവതിയുമായിട്ട് യുദ്ധം നയിക്കാം. ബലരാമൻ ജ്യേഷ്ഠൻ പറഞ്ഞു, ബലരാമൻ ജ്യേഷ്ഠൻ എന്നിട്ട് എവിടെ പോകാനും കൂടെ പറഞ്ഞു, മധുരയ്ക്ക്. ജ്യേഷ്ഠൻ പറഞ്ഞു, ഇല്ല കൃഷ്ണ, നീ മധുരയ്ക്ക് പോയിക്കൊള്ളൂ, ഈ യുദ്ധം ഞാൻ ജയിച്ചു കൊണ്ടുവരാം. കൃഷ്ണന് ഭയങ്കര സന്തോഷമായി. കൃഷ്ണൻ ഉറപ്പാണ്, തൻ്റെ ജ്യേഷ്ഠൻ ഈ യുദ്ധം ജയിച്ചിരിക്കുമെന്ന് ഉറപ്പാണ്. അങ്ങനെ ഒരു യുദ്ധമെങ്കിലും എൻ്റെ ജ്യേഷ്ഠൻ്റെ പേരിൽ വരണം. കാരണം എൻ്റെ ജ്യേഷ്ഠൻ പാവമാണ്, എൻ്റെ ജ്യേഷ്ഠൻ എന്നെ വല്ലാതെ സ്നേഹിക്കുന്നു. ശരിക്കും ഞാൻ ജ്യേഷ്ഠൻ്റെ പ്രാണനാണ്. കൃഷ്ണനത് അറിയാം. ശരിക്കും എൻ്റെ ദേഹത്തൊരു മുള്ളു കൊള്ളുന്നത് പോലും എൻ്റെ ജ്യേഷ്ഠൻ സഹിക്കില്ല. എനിക്കും അതുപോലെ തന്നെ ജ്യേഷ്ഠൻ്റെ ദേഹത്തൊരു മുള്ളു കൊള്ളുന്നത് പോലും എനിക്കും സഹിക്കില്ല. അതിനുള്ള പശ്ചാത്തലം ഞാൻ ഒരുക്കണം. അടുത്ത ദിവസം സാന്ദീപ മുനിയുടെ ആശ്രമം, അതേ അവിടെ യുദ്ധത്തിന് തയ്യാറായി സാന്ദീപ മുനിയുടെ ശിഷ്യന്മാര്. അപ്പോൾ സാന്ദീപ മുനി പറഞ്ഞു, എൻ്റെ ശിഷ്യരിൽ ഏറ്റവും മിടുക്കിയാണ് രേവതി, അതുകൊണ്ട് ഏറ്റവും മിടുക്കനായ കൃഷ്ണനുമായിട്ട് ഏറ്റുമുട്ടട്ടെ. അപ്പം ബലരാമൻ ഇങ്ങനെ മാറി നിന്നു. ഒരു കാര്യമുണ്ട്, ബലരാമന് കൃഷ്ണനുമായിട്ട് ഏറ്റുമുട്ടുന്നു, അതിലെങ്ങും ഒരു കുഴപ്പവുമില്ല, വേറെ ആരും വരരുത്, അത്രയേ ഉള്ളൂ ബലരാമൻ ജ്യേഷ്ഠൻ്റെ പ്രശ്നം. അപ്പോൾ കൃഷ്ണനുമായിട്ട് ഏറ്റുമുട്ടുന്നു. അപ്പോൾ കൃഷ്ണൻ വന്നു. അങ്ങനെ കൃഷ്ണനും രേവതിയും തമ്മിൽ ഏറ്റുമുട്ടാൻ തുടങ്ങി. ബലരാമൻ വളരെ ശ്രദ്ധിക്കുകയാണ്. തിരിച്ചുള്ള ആക്രമണത്തിന് അങ്ങനെ കൃഷ്ണൻ മുതിരുന്നില്ല എന്നല്ല, പലപ്പോഴും രേവതി ജയിക്കുന്നു എന്നൊരു തോന്നലും കൃഷ്ണൻ ഉണ്ടാക്കി. കുറച്ചു കഴിഞ്ഞപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഓ ഗുരു, ഈ രേവതി അസാമാന്യ കഴിവാണ്, ഞാൻ തളർന്നുപോയി. പക്ഷേ ഞാൻ തളരുന്നിടത്ത് ജയിക്കാൻ ഒരാളുണ്ട് ഗുരു, എൻ്റെ ജ്യേഷ്ഠൻ, എൻ്റെ ബലരാമൻ ജ്യേഷ്ഠൻ. എനിക്ക് പറ്റാത്ത കാര്യങ്ങൾ എൻ്റെ ബലരാമൻ ജ്യേഷ്ഠൻ ചെയ്യും. ബലരാമൻ്റെ കണ്ണുകൾ നിറഞ്ഞു, സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞു. തൻ്റെ അനുജൻ അവൻ ബഹുമിടുക്കനാണ്, അവൻ ഒറ്റയ്ക്ക് എന്തും സാധിക്കും. പക്ഷേ ഇത് അവൻ എനിക്ക് വേണ്ടി, എന്നെയും രേവതിയെയും ഒന്നിപ്പിക്കാൻ വേണ്ടി അവൻ മനഃപൂർവ്വം ചെയ്യുന്നതാണ് എന്ന് ബലരാമന് മനസ്സിലായി. എന്നിട്ട് കൃഷ്ണൻ പറഞ്ഞു, ബലരാമൻ ജ്യേഷ്ഠ, എന്തായി നിൽക്കുന്നത്? ഈ അനുജന്റെ മാനം സംരക്ഷിക്കണം. എനിക്ക് ഈ രേവതിയുടെ അടുത്ത് പിടിച്ചു നിൽക്കാൻ വയ്യ. ജ്യേഷ്ഠൻ ഇങ്ങോട്ട് വന്നേ, ജ്യേഷ്ഠൻ വന്നേ, മാറി നിൽക്കാതെ ഈ അനുജന്റെ മാനം രക്ഷിച്ചിട്ട് വേണം വരാൻ, കേട്ടോ? അപ്പൊ തുടങ്ങിക്കോളൂ.
ഭയങ്കര സന്തോഷമായി ബലരാമന്. പക്ഷേ ബലരാമൻ തൻ്റെ കഴിവുകൾ മൊത്തം പുറത്തെടുത്തില്ല. കാരണം അപ്പുറം നിൽക്കുന്നത് ആരാണ്? ഒരു സ്ത്രീയാണ്. ആ സ്ത്രീ എന്ന നിലയിൽ അല്പം മയത്തോടു കൂടിയാണ് ആരേറ്റുമുട്ടാൻ തുടങ്ങുന്നത്? ബലരാമൻ ഏറ്റുമുട്ടാനായിട്ട് തുടങ്ങുന്നത്. അങ്ങനെ രണ്ടു പേരും തമ്മിൽ ഗദായുദ്ധം അങ്ങോട്ട് തുടങ്ങി. ആ ഗദായുദ്ധം അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇദ്ദേഹത്തിന് മനസ്സിലായി, ഞാൻ വിചാരിച്ചതുപോലെ അല്ല കാര്യങ്ങൾ. ഇവൾ സ്ത്രീയാണെന്ന് കരുതിയെടുത്ത് തെറ്റ്. ഇവൾ പുരുഷനേക്കാൾ ശക്തിയാണ്. ഇവളുടെ ഓരോ ഞരമ്പുകളിലും 1000 സിംഹങ്ങൾ ഉണർന്നിരിക്കുകയാണ്. എന്തൊരു കരുത്ത്, എന്തൊരു വീറ്! അവളുടെ ചില ഗദായുദ്ധത്തിൽ ബലരാമൻ അത്ഭുതപ്പെട്ടു പോയി. പെട്ടെന്ന് ബലരാമൻ വീണ്ടും ആക്രമിക്കാനായിട്ട് മുതിർന്നു. രണ്ടുപേരും ഉഗ്രമായിട്ട് പോരാടുകയായിരുന്നു. ആ പോരാട്ടത്തിൽ ഒടുവിൽ ബലരാമൻ പെട്ടെന്ന് ചുവടൊന്നു മാറ്റി ഒരു പുതിയ അടവെടുത്തിട്ട് ഒരൊറ്റയാടി രേവതിയുടെ കയ്യിലിരുന്ന ഗദ തെറിച്ചുപോയി. അപ്പോൾ അവിടെ കൂടിയിരുന്ന മറ്റ് ശിഷ്യന്മാര് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി കൈയടിക്കാൻ തുടങ്ങി. കാരണം അവർക്ക് രേവതിയോടൊരു അസൂയയുണ്ട്. അവരെയൊക്കെ രേവതി നിഷ്പ്രയാസം തോൽപ്പിക്കും. ഇപ്പൊ രേവതിയെ ജ്യേഷ്ഠൻ തോൽപ്പിച്ചിരിക്കുന്നു. പെട്ടെന്ന് രേവതി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്കൊരു യുദ്ധം ജയിക്കാൻ സാധ്യമല്ല. എൻ്റെ അച്ഛൻ്റെ കൂടെ എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റില്ല. എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്യുമെന്ന് ശപഥം ചെയ്തിട്ടുണ്ട്. ഈ യുദ്ധം ജയിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞു പൊട്ടിക്കരഞ്ഞുകൊണ്ടോടി. ബലരാമൻ ജ്യേഷ്ഠൻ ആകപ്പാടെ വിഷണ്ണനായിപ്പോയി. എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യ. ബലരാമൻ ജ്യേഷ്ഠന് തോന്നി, വേണ്ടായിരുന്നു, ഈ പെണ്ണിനെ ഇങ്ങനെ നിരാശപ്പെടുത്തണ്ടായിരുന്നു. പെട്ടെന്ന് കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് വന്നിട്ട് പറഞ്ഞു, എന്താ ജ്യേഷ്ഠായി നിൽക്കുന്നത്? ജ്യേഷ്ഠൻ ചെല്ല്. അപ്പൊ ബലരാമൻ പറഞ്ഞു, ചെന്നിട്ട്? അപ്പൊ കൃഷ്ണൻ അമ്പരന്ന് പോയി. ഒരാളെ അടിച്ചു കൊല്ലാൻ പറഞ്ഞ ഇപ്പൊ ചാടിക്കൊല്ലും. പക്ഷേ ഒരു പെണ്ണിനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പറഞ്ഞപ്പോ കൃഷ്ണൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, എന്നിട്ട് ഞാൻ ചെന്നിട്ട് എന്താ ചെയ്യാൻ? കൃഷ്ണൻ പറഞ്ഞു, എൻ്റെ ജ്യേഷ്ഠാ, ചെന്നിട്ട് പറ, നീ മിടുക്കിയാണ്. നിന്നെ തോൽപ്പിക്കാനല്ല ഞാൻ ശ്രമിച്ചത്. നിനക്കറിയാൻ പാടില്ലാത്ത ഒരു പുതിയ അടവ് നിനക്ക് ഞാൻ പഠിപ്പിച്ചു തരികയായിരുന്നു. അപ്പോൾ ബലരാമൻ ചോദിച്ചു, അങ്ങനെ പറഞ്ഞ? കൃഷ്ണൻ പറഞ്ഞു, എൻ്റെ ജ്യേഷ്ഠ, ഗദായുദ്ധം മൊത്തം അറിയാം. ഒരു പെണ്ണിൻ്റെ മനസ്സ് കീഴടക്കാൻ അറിഞ്ഞൂടാ. ആ ജരാസന്ധനെ വരെ കീഴടക്കിയ ആളാ എന്ന്. അപ്പോൾ ബലരാമൻ ജ്യേഷ്ഠൻ പറഞ്ഞു, ജരാസന്ധനെ കണക്കാണ് ഇത് ഞാൻ ഇപ്പം എന്ത് ചെയ്യണ്ടേന്ന് നീ പറ. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഒന്നും ചെയ്യണ്ട. ബലരാമൻ ജ്യേഷ്ഠൻ അങ്ങോട്ട് ചെന്നിട്ട് പറയണം. ബലരാമൻ ജ്യേഷ്ഠൻ പറയണം, നോക്കൂ, നീ മിടുക്കിയാണ്, കുഴപ്പമൊന്നുമില്ല, ഞാൻ ഒരു പുതിയ അടവ് നിനക്ക് പഠിപ്പിച്ചു തരികയാണ്. അങ്ങനെ പറയണം, അങ്ങനെ സ്നേഹത്തോടെ സംസാരിക്കണം. അപ്പോൾ ബലരാമൻ ജ്യേഷ്ഠൻ ചോദിച്ചു, എന്നാ പോട്ടെ. കൃഷ്ണൻ പറഞ്ഞു, അങ്ങോട്ട് നടന്നേ. കൃഷ്ണൻ അവസാനം ഉന്തിത്തള്ളി ബലരാമൻ ജ്യേഷ്ഠനെ കൊണ്ടുവിട്ടു. ബലരാമൻ ജ്യേഷ്ഠൻ പതുക്കെ നടന്ന് രേവതൻ താമസിക്കുന്ന ഗുഹയുടെ അടുത്തെത്തി. സത്യത്തിൽ ഒരു പതർച്ചയുണ്ട്. അപ്പോൾ ബലരാമൻ ജ്യേഷ്ഠൻ്റെ വിഷമം, ഈ രേവതൻ എന്ന് പറയുന്ന രാജാവുമായിട്ട് ഇനി പിണങ്ങേണ്ടി വരുമോ? അയാൾക്ക് ഇനിയിപ്പോൾ എൻ്റെ അടുത്ത് ദേഷ്യം വരുമോ? എനിക്ക് എന്നേക്കുമായി രേവതിയെ നഷ്ടപ്പെടുമോ? അപ്പോൾ ബലരാമൻ ജ്യേഷ്ഠൻ പതുക്കെ അകത്ത് ചെന്നതിന് ശേഷം ബലരാമൻ ജ്യേഷ്ഠൻ പറഞ്ഞു, രേവതി, നീ മിടുക്കിയാണ് കേട്ടോ. പെട്ടെന്ന് പെൺപുലിയെ പോലെ രേവതി ചീറി. രേവതി പറഞ്ഞു, മിടുക്കിയാണെന്നോ? ഞാനേ കൊച്ചുകുട്ടിയൊന്നുമല്ല, എനിക്കറിയാം, എനിക്കിനി ഒരു യുദ്ധം ജയിക്കാൻ എനിക്ക് സാധ്യമല്ല, നിങ്ങൾ പോ എന്ന് പറഞ്ഞു. അപ്പോൾ ബലരാമൻ ജ്യേഷ്ഠൻ പറഞ്ഞു, രാജാവേ, ഈ മകള് മിടുക്കിയാണ്. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ കടക്ക് പുറത്ത്, നിങ്ങൾ ഇനി ഇവിടെ നിൽക്കണ്ട. ബലരാമൻ ജ്യേഷ്ഠൻ ആകപ്പാടെ വിഷണ്ണനായി. ബലരാമൻ ജ്യേഷ്ഠൻ വീണ്ടും പറഞ്ഞു, അങ്ങനെ അല്ല രാജാവേ, രാജാവ് വിചാരിക്കുന്നത് പോലെ അല്ല, ഇവള് മിടുക്കി തന്നെയാണ്. അപ്പൊ രാജാവ് പറഞ്ഞു, നിങ്ങളടുത്തല്ലേ പോകാൻ പറഞ്ഞത്. അതോടുകൂടി ബലരാമൻ ജ്യേഷ്ഠൻ്റെ കൺട്രോള് മൊത്തം അങ്ങ് പോയി. ബലരാമൻ ജ്യേഷ്ഠന് അതുവരെ രാജാവിനോടുണ്ടായിരുന്ന ബഹുമാനവും അതുവരെ രേവതിയോടുണ്ടായിരുന്ന സ്നേഹവും എല്ലാം അങ്ങ് മാറ്റിവെച്ചിട്ട് ബലരാമൻ ജ്യേഷ്ഠൻ പറഞ്ഞു, എന്താ പറഞ്ഞത്? എൻ്റെ അടുത്ത് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാനോ? മനസ്സില്ല, എനിക്കിവിടുന്ന് പോകാൻ മനസ്സില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഞാൻ വെറുതെ ആരെയും പുകഴ്ത്താറില്ല.
ഈ നിൽക്കുന്ന പെൺകുട്ടി അവൾ മിടുക്കിയാണ്. അവൾ മിടുക്കിയായതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞത്. നിങ്ങൾ മറ്റൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഇവക്കറിയാൻ വയ്യാത്ത പല പല അടവുകളും ഞാൻ പഠിപ്പിക്കും. പഠിപ്പിച്ചെടുത്തതിന് ശേഷം തീർച്ചയായിട്ടും നമ്മൾ അവിടെ പോകും, പുണ്യജന രാക്ഷസനെ തുരത്തും. നോക്ക്, ഞാൻ വസുദേവ പുത്രനായ ബലരാമൻ ഇവിടെ വച്ച് ശപഥം ചെയ്യുകയാണ്. ഞാൻ കുശസ്ഥലിയിൽ നിങ്ങളോടൊപ്പം പോയിരിക്കും. അവിടെ കുശസ്ഥലി ഞാൻ കീഴടക്കി പുണ്യജന രാക്ഷസന്മാരെ ഞാൻ അവിടെ നിന്ന് തുരത്തിയതിന് ശേഷം അത് ഞാൻ ഒരമരാവതിയാക്കി മാറ്റും, ഒരു ഇന്ദ്രലോകമാക്കി മാറ്റും. ഇതെൻ്റെ പ്രതിജ്ഞയാണ്. നോക്കൂ, നിങ്ങൾ രണ്ടുപേരും എന്നോടൊപ്പം നിൽക്കുന്നോ ഇല്ലയോ? നിൽക്കുന്നില്ല എങ്കിൽ രണ്ടെണ്ണത്തിനെയും ഞാൻ ഇവിടുന്ന് പൊക്കിയെടുക്കും. രണ്ടെണ്ണത്തിനെയും ഞാൻ പൊക്കിയെടുത്തിട്ട് സിപ്ര നദിയുടെ തീരത്തായി ഇവരിയ്ക്കുന്നത്. സിപ്ര നദിയിൽ രണ്ടിനെയും ഞാൻ മുക്കിക്കൊല്ലും. എന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് പോകും. ഞാൻ ഒറ്റയ്ക്ക് പോയി കുശസ്ഥലി കീഴടക്കും. ബലരാമനാണ് ഈ പറയുന്നത്. നിങ്ങൾ എന്താ കരുതിയത് എന്നെ കുറിച്ച്? അപ്പോഴത്തേക്ക് ഇവർ അത്ഭുതത്തോടു കൂടി രണ്ടും നോക്കുകയാണ്. കുശസ്ഥലി പോയി കീഴടക്കാമെന്ന് പറഞ്ഞപ്പോൾ രേവതി ഒന്ന് മുഖമുയർത്തി നോക്കി. എന്നിട്ട് ബലരാമൻ പറഞ്ഞു, പറയൂ, രണ്ടിലൊന്ന് പറയൂ. ബലരാമൻ ജ്യേഷ്ഠൻ അങ്ങനെയാണ്. പിന്നെ പ്രേമവും ക്രീമവും ഒന്നുമില്ല. അതൊക്കെ കൃഷ്ണനാണെങ്കിലേ സോപ്പിടിയിലുള്ളു. ബലരാമൻ ജ്യേഷ്ഠൻ പറഞ്ഞു, പറയാനാ പറഞ്ഞത്. നിങ്ങൾ എൻ്റെ കൂടെ വരുന്നുണ്ടോ ഇല്ലയോ രാജാവേ? ഇല്ലെങ്കിൽ ഇപ്പം രണ്ടിനെയും ഞാൻ സിപ്ര നദി മുക്കിക്കൊല്ലും. പക്ഷേ ഞാൻ കുശസ്ഥലി ഞാൻ കീഴടക്കിയിരിക്കും. അപ്പോൾ രേവതൻ പറഞ്ഞു, സാക്ഷാൽ നാരായണനാണ് അങ്ങയെ ഞങ്ങളുടെ അടുക്കലേക്ക് എത്തിച്ചത്. കുശസ്ഥലി പിടിച്ചെടുക്കാൻ അങ്ങേക്ക് കഴിയും. തീർച്ചയായിട്ടും ഞാൻ അങ്ങയോടൊപ്പം കുശസ്ഥലിയിലേക്ക് വരുന്നതാണ്. നമുക്കത് പിടിച്ചടക്കാം. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം. അപ്പോൾ ബലരാമൻ രേവതിയൊന്ന് നോക്കി. അതിരൂക്ഷമായി തന്നെയാണ് നോക്കുന്നത്. രേവതിയോട് ചോദിച്ചു, എന്തു പറയുന്നു? അപ്പം രേവതി മനസ്സിൽ വിചാരിച്ചു, ഇത് ആര് പൊന്നെ, ഇത് പുലിയോ ഇത്? അപ്പം രേവതി പറഞ്ഞു, പതുക്കെ തല കുലുക്കി. അപ്പോൾ ബലരാമൻ ജ്യേഷ്ഠൻ പറഞ്ഞു, വാ തുറന്ന് പറയൂ, നിങ്ങൾ വരുന്നോ ഇല്ലയോ? അപ്പോൾ രേവതി പറഞ്ഞു, ഞാൻ വരാം. രേവതിയുടെ ഉള്ളിൽ ഒരു ചെറിയ പുഞ്ചിരി പൊട്ടി. അപ്പോൾ അത്രയും കേട്ടതും ബലരാമൻ ജ്യേഷ്ഠൻ ശാന്തനായിട്ട് ബലരാമൻ ജ്യേഷ്ഠൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട് കേട്ടോ. അപ്പോൾ രേവതിക്ക് ഒരു കാര്യം മനസ്സിലായി. ഈ മനുഷ്യൻ ഒരു വലിയ പാറയാണെങ്കിൽ ഈ പാറയുടെ ഉള്ളിൽ ഒരു വലിയ നീരുറവയുണ്ട്. ഇദ്ദേഹം പാവമാണ്, വളരെ പാവമാണ്. കൃഷ്ണൻ കൗശലക്കാരനാണ്. പക്ഷെ ബലരാമന് കൗശലമൊന്നുമില്ല. ബലരാമൻ എല്ലാം നേരെ വാ നേരെ പോ. ശരിക്കും പറഞ്ഞാൽ ആദ്യമായി രേവതി ഒരു പുരുഷനെ ഇഷ്ടപ്പെടുകയാണ്. ബലരാമൻ ജ്യേഷ്ഠൻ ജീവിതത്തിൽ ആദ്യമായി ഒരു സ്ത്രീയെ ഇഷ്ടപ്പെട്ടു. രേവതിയാകട്ടെ ജീവിതത്തിൽ ആദ്യമായി പൗരുഷമുള്ള ഒരു പുരുഷനെ കണ്ടു. തന്നെ തോപ്പിക്കുക മാത്രമല്ല, ആജ്ഞാസ്വരത്തിലാണ് പറയുന്നത്. മുക്കി കൊന്നുകളയൂ എന്ന് പറഞ്ഞിട്ടാണ് ഐ ലവ് യു പറയുന്നത്. ആരെങ്കിലും പറയോ? സത്യത്തിൽ ആ ഐ ലവ് യു പറഞ്ഞിട്ട് തന്നെ ഇവിടെ നടന്നിരിക്കുന്നത്. പക്ഷേ പറഞ്ഞ രീതി ഇത്രയുള്ളൂ. രണ്ടിനെയും പൊക്കിയെടുത്ത് ഞാൻ വെള്ളത്തിൽ മുക്കിക്കൊല്ലും. മര്യാദയ്ക്ക് വരുന്നുണ്ടോ? ഇതാണ് നമ്മുടെ നിഷ്കളങ്കനായ ബലരാമൻ ജ്യേഷ്ഠൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ സമ്മതിച്ചു. ബലരാമൻ ജ്യേഷ്ഠന് ഭയങ്കര സന്തോഷമായി. ബലരാമൻ സാന്ദീപമുനിയുടെ ആശ്രമത്തിൽ ചെന്നിട്ട് ആദ്യം ചെയ്തത് ഒരു കത്തെഴുതുകയാണ്. അത് വേറെ ആർക്കുമല്ല, രാധയ്ക്ക്. രാധേ, ഞാൻ ഇന്നൊരു സുന്ദരിയെ കണ്ടു. അവളുടെ പേര് രേവതി. അവളുടെ ധൈര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. അവളും ഞാനും ഗദായുദ്ധം നടത്തി. അവൾ എനിക്ക് തുല്യമായി പോരാടുന്നവളാണ്. എന്നെപ്പോലെ ശരീരബലമുള്ള ഒരു സ്ത്രീയെ തിരക്കി ഞാൻ നടന്നതാണ്. രാധേ, എനിക്കെന്തോ അവളെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. രാധേ, നീ എൻ്റെ കുഞ്ഞനുജത്തിയല്ലേ? നിന്നോട് പറയാതെ ഞാൻ എന്താ ചെയ്യാറുള്ളത്? എനിക്ക് നിന്റെ അഭിപ്രായം അറിയണം എന്ന് മാത്രവുമല്ല, നിന്റെ എല്ലാ പ്രാർത്ഥനയും എന്നോടൊപ്പം വേണം എന്ന് പറഞ്ഞൊരെഴുത്തെഴുതി ഒരു സന്ദേശവാഹകനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ബർസാനയ്ക്ക് പോവുക. ബർസാനയിൽ പോയി രാധാറാണിയുടെ കയ്യിൽ ഇത് ഏൽപ്പിക്കുക.
ആ സന്ദേശവാഹകൻ പോയി. ആ നിമിഷം തൊട്ട് ബലരാമൻ ജ്യേഷ്ഠൻ മറ്റൊരാളായി മാറാൻ തുടങ്ങി. ഈ സമയത്ത് കൃഷ്ണനും ഉദ്ധവനും എല്ലാം ചേർന്ന് അങ്ങോട്ടേക്ക് തിരിക്കുകയാണ്. ഒരു വണ്ടിക്കകത്ത് ശൈബ്യയുണ്ട്, മറ്റൊരു വണ്ടിക്കകത്താണ് കൃഷ്ണൻ. പക്ഷേ കൃഷ്ണൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്, ഉദ്ധവന്റെ മാറ്റം. ഉദ്ധവൻ എന്താണ് സംഭവിച്ചത്? ഉദ്ധവൻ കുറെ നേരമായിട്ട് തന്നിൽ നിന്ന് അകന്നു നിൽക്കുകയാണല്ലോ. അപ്പോൾ ഉദ്ധവനെ നല്ലതുപോലെ ശ്രദ്ധിച്ചു. രാത്രിയായാലും ഉദ്ധവൻ തന്നോടൊപ്പം കിടക്കാൻ വരുന്നില്ല. അന്നത്തെ ദിവസം വൈകുന്നേരം നിർബന്ധിച്ച് ഉദ്ധവനെ കൊണ്ടുവന്നു, കൃഷ്ണന്റെ അടുത്ത് കിടന്നു. പക്ഷേ കൃഷ്ണൻ ഒരു കാര്യം മനസ്സിലായി, ഉദ്ധവൻ ഉറങ്ങാൻ സാധിക്കുന്നില്ല. ഉദ്ധവൻ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. കൃഷ്ണൻ ഉദ്ധവനെ കെട്ടിപ്പിടിച്ചിട്ട് ചോദിച്ചു, ഉദ്ധവ, താങ്കൾക്ക് എന്താ സംഭവിച്ചത്? ഉദ്ധവൻ പറഞ്ഞു, ഒന്നുമില്ല, എൻ്റെ കൂടെ വരൂ. ഉദ്ധവനെയും പിടിച്ചുകൊണ്ട് കൃഷ്ണൻ നടന്നു. ദൂരത്ത് നിന്ന് നോക്കിയാൽ ആളുകൾക്ക് രണ്ട് കൃഷ്ണൻ നടന്നു പോകുന്നത് പോലെയാണ് തോന്നുന്നത്. രണ്ടും ഒരേപോലെയാണ്. ഉദ്ധവന് മയിൽപ്പീലിയില്ല എന്ന് മാത്രം. അപ്പോൾ കൃഷ്ണൻ ഉദ്ധവനോട് പറഞ്ഞു, പറയൂ, നിങ്ങൾക്ക് എന്താ സംഭവിച്ചത്? അപ്പോൾ പറഞ്ഞു, ഒന്നുമില്ല. നോക്കൂ സ്നേഹിത, എന്നോട് കള്ളം പറയരുത്. നിന്നെ ഞാൻ വൃന്ദാവനത്തിലെ കുട്ടിക്കാലം തൊട്ടേ കാണുന്നതാണ്. പറയൂ ഉദ്ധവ, നിനക്കെന്തോ സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ പറഞ്ഞു, കൃഷ്ണ, ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണ്. ഞാൻ തകർന്നിരിക്കുകയാണ് കൃഷ്ണ. എനിക്കറിയില്ല, എനിക്ക് ഈ ജീവിതം മടുത്തു കൃഷ്ണ. ഞാൻ ഈ ജീവിതം വിട്ടിട്ട് ബദരികാശ്രമത്തിൽ പോവുകയാണ്, ശേഷിക്കുന്ന കാലം സന്യാസ ജീവിതം നയിക്കാൻ. കൃഷ്ണനൊന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, ഉദ്ധവ, നിന്റെ മനസ്സിനെന്തോ കാർന്നു തിന്നുന്നു. ഈ മനസ്സുമായി ബദരികാശ്രമത്തിലെന്നല്ല, എവിടെ പോയാലും നിനക്ക് സന്യസിക്കാൻ പറ്റില്ല. അല്ലെങ്കിലും എന്തെങ്കിലും ദുഃഖം വരുമ്പോൾ എടുത്തിടേണ്ടതല്ല ഉദ്ധവ സന്യാസത്തിന്റെ മേലങ്കി. നിനക്കെന്താ സംഭവിച്ചത്? ഞാൻ തെറ്റുകൾ ചെയ്യുന്നു കൃഷ്ണ, ഞാൻ തെറ്റുകൾ ചെയ്യുന്നു. അപ്പൊ കൃഷ്ണൻ ചോദിച്ചു, എന്താ നീ ചെയ്ത തെറ്റ്? കൃഷ്ണ, എനിക്കതെങ്ങനെ പറയണമെന്നറിയില്ല, എൻ്റെ മനസ്സ് അസ്വസ്ഥമാണ്. കൃഷ്ണൻ പറഞ്ഞു, കരവീരപുരത്ത് നിന്ന് തിരിച്ചതിന് ശേഷമാണ് ഉദ്ധവ നിന്റെ മനസ്സിൽ ഈ അസ്വസ്ഥത കടന്നു വന്നത്. എന്താണ് ഉദ്ധവ കാര്യം? നീ എന്നോട് പറയൂ. ഉദ്ധവൻ പറഞ്ഞു, കൃഷ്ണ, അതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ കൃഷ്ണൻ ഉദ്ധവനെ മാറ്റി നിർത്തിയിട്ട് ചോദിച്ചു, ഉദ്ധവൻ കൃഷ്ണന്റെ കണ്ണുകളിലേക്ക് നോക്കി. അപ്പോൾ കൃഷ്ണൻ ഒന്ന് പുഞ്ചിരിച്ചിട്ട് ചോദിച്ചു, നിന്റെ മനസ്സിൽ ശൈബ്യ കടന്നുകൂടിയില്ലേ? ഉദ്ധവൻ ഞെട്ടിപ്പോയി. മനസ്സ് വായിക്കാനുള്ള കൃഷ്ണന്റെ കഴിവ്. പെട്ടെന്ന് ഉദ്ധവൻ കൃഷ്ണന്റെ കൈകൾ കൂപ്പിപ്പിടിച്ചിട്ട് പറഞ്ഞു, ശരിയാണ്, പക്ഷേ ശ്വേതകേതുവിൻ്റെ പെണ്ണാണ് അവള്. ശ്വേതകേതുവിൻ്റെ പെണ്ണ്, അവൾ എനിക്ക് ഒരിക്കലും സ്വന്തമാകില്ല എന്നറിഞ്ഞിട്ടും ഞാൻ അവളെ വല്ലാതെ സ്നേഹിക്കുന്നു. എൻ്റെ മനസ്സിൽ കുറ്റബോധമുണ്ട്. ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ കൃഷ്ണ ശ്വേതകേതുവിനെ വധിച്ചിട്ട് അവളെ സ്വന്തമാക്കുന്നത് പോലും കാണുന്നു. മഹാപാപം ഞാൻ ചെയ്യുന്നു. ശൈബ്യ വന്നതോടുകൂടി കൃഷ്ണ ഞാൻ മറ്റൊരാളായി മാറുന്നു. ഒരിക്കലും ശ്വേതകേതു ഗുരുവിനെ ഉപേക്ഷിച്ച് ശൈബ്യയുടെ കൂടെ പോയതിൽ തെറ്റു പറയാൻ പറ്റില്ല. അപ്പോൾ കൃഷ്ണൻ ചോദിച്ചു, അല്ല ഉദ്ധവ, ഈ ശൈബ്യ എപ്പോഴാണ് നിന്റെ മനസ്സിൽ കടന്നു കയറിയത്? അപ്പോൾ ഉദ്ധവൻ പറഞ്ഞു, നോക്കൂ, അവളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ പറഞ്ഞില്ലേ എന്നോട്? അപ്പോൾ ഞാൻ അവൾക്ക് ചായയുമായി ചെന്നു. അപ്പോൾ അവൾ കാൽമുട്ടുകളിൽ മുഖം അമർത്തിയിരിക്കുകയായിരുന്നു. ഞാൻ ശൈബ്യ എന്ന് വിളിച്ചപ്പോൾ അവൾ എന്നെ നോക്കി. അവളുടെ കണ്ണുകൾ ഞാൻ കണ്ടു. അന്തൊരാകർഷകത്വമുള്ള കണ്ണുകളാണ്. അത് കഴിഞ്ഞപ്പോൾ അറിയാതെ ഞാൻ അവളുടെ കഴുത്തിലേക്ക് നോക്കി. അവളുടെ അംഗവടിവുകളിലേക്ക് കൃഷ്ണ അറിയാതെ ഞാൻ നോക്കിപ്പോയി. അതിസുന്ദരിയാണ് ശൈബ്യ.
അതിസുന്ദരിയാണ്. അപ്പോൾ ഞാൻ അവൾക്ക് ചായ കൊടുത്തു. ആ ചായ അവൾ ദൂരേക്ക് വലിച്ചെറിഞ്ഞു കൃഷ്ണ. അപ്പം ഞാൻ അടുത്ത ചായ കൊടുത്തു കൃഷ്ണ, അതും അവൾ വലിച്ചെറിഞ്ഞു. അപ്പം ഞാൻ വീണ്ടും ഒരു ചായ കൊടുത്തു കൃഷ്ണ. അവൾ അപ്പം എന്നെ ഒന്ന് നോക്കി. ആ നോട്ടം, അവൾ കോപത്തോടാണ് നോക്കിയതെങ്കിലും ആ നോട്ടം എൻ്റെ ഹൃദയത്തിൽ വല്ലാതെ പതിഞ്ഞു. അവൾ ആ ചായ കുടിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഭക്ഷണം കൊണ്ടു കൊടുത്തു. അപ്പോൾ അവൾ എന്നെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, പൊയ്ക്കൊള്ളൂ, ഇനി നിങ്ങൾ എന്നെ ഉപദ്രവിക്കരുത്, എൻ്റെ അടുക്കലേക്ക് വരരുതെന്ന് പറഞ്ഞു. പക്ഷേ അവളുടെ കോപം എന്നെ വല്ലാതെ കീഴടക്കി. പക്ഷെ അതേ സമയത്ത് എനിക്കറിയാം, ശൈബ്യ ശ്വേതകേതുവിനെ സ്നേഹിക്കുന്നു, ശ്വേതകേതു ശൈബ്യയും സ്നേഹിക്കുന്നു. മറ്റൊരുവൻ സ്നേഹിക്കുന്ന പെണ്ണിനെയാണ് കൃഷ്ണ ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ചിന്തകൾ എന്നെ വല്ലാതെ അലട്ടുന്നു. എനിക്ക് ശ്വേതകേതുവിൻ്റെ മുഖത്ത് നോക്കാൻ വയ്യ കൃഷ്ണ, എനിക്ക് നിന്റെ മുഖത്തും നോക്കാൻ വയ്യ. കാരണം ഞാൻ ധർമ്മത്തിൻ്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചിരിക്കുന്നു. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, നോക്കൂ, കാമദേവന്റെ അസ്ത്രമേറ്റാൽ കാമവികാരം തോന്നാത്തതായിട്ട് ആരുമില്ല ഈ ഭൂമിയിൽ. അപ്പോൾ ഉദ്ധവ, തൽക്കാലം ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ ഉദ്ധവ. അപ്പോൾ ഉദ്ധവൻ ചോദിച്ചു, എന്താണ് കൃഷ്ണ? അപ്പോൾ പറഞ്ഞു, ഉദ്ധവ, നീ ശൈബ്യയെ എങ്ങനെയാണ് കാണുന്നത്? അപ്പോൾ ഉദ്ധവൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ കൃഷ്ണൻ ചോദിച്ചു, നീ ശൈബ്യയെ കാണുന്നത് വഴിയോരത്ത് കാണുന്ന ഒരു തീയായിട്ടാണോ അതോ ഹോമാഗ്നിയായിട്ടാണോ? അപ്പോൾ ഉദ്ധവൻ പറഞ്ഞു, ഇങ്ങനെ കൃഷ്ണനെ പോലെ പാണ്ഡിത്യം എനിക്കില്ല, തെളിച്ചു പറയൂ. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, നമ്മൾ നടന്നു വരുന്നു, വഴിയോരത്തൊരു തീ കത്തുന്നു. അപ്പോൾ നമ്മൾ മഞ്ഞ് കായാൻ, ആ മഞ്ഞിൽ നിന്ന് രക്ഷപ്പെടാൻ ആ തീയുടെ അടുക്കൽ നമ്മൾ ചെന്നിരിക്കുന്നു. ആ തീയുടെ ഭംഗി നല്ലതുപോലെ ആസ്വദിക്കുന്നു. തീ നമ്മുടെ തണുപ്പും മാറ്റുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നടന്നു പോകുന്നു. പിന്നെ നമ്മൾ ആ തീയെ ഗവനിക്കുന്നതേയില്ല. അതേസമയം ഹോമാഗ്നി പരമപവിത്രമാണ്. നമുക്കുള്ളതെല്ലാം നമ്മൾ ഹോമാഗ്നിയിൽ ഹോമിക്കുന്നു. അപ്പോഴാണ് ഹോമം കൊണ്ട് നമുക്ക് പ്രയോജനം കിട്ടുന്നത്. ഇതിൽ ഏതായിട്ടാണ് നീ അവളെ കാണുന്നത് ഉദ്ധവൻ പറഞ്ഞു, എനിക്കറിയില്ല, എനിക്കൊരു ഉത്തരം പറയാൻ അറിയില്ല. ഉത്തരം പറയാൻ അറിയില്ലെങ്കിൽ ഉദ്ധവ, നീ ചെയ്യുന്നത് അധർമ്മമാണ്. ഒരു സ്ത്രീയെ സ്നേഹിക്കുമ്പോൾ കൃത്യമായ ഉത്തരം കയ്യിലുണ്ടായിരിക്കണം ഉദ്ധവ, കൃത്യമായ ഉത്തരം ഉണ്ടായിരിക്കണം. നീ അവളെ വെറുതെ ഒരു യൗവനത്തിൻ്റെ ആസക്തിയിൽ അവളുമായി അടുത്ത് കളയാനാണോ, അതോ നിനക്കവളെ വിവാഹം കഴിച്ച് നിന്റെ മക്കളെ വളർത്തുന്ന ഒരു സ്ത്രീയായിട്ടാണോ? അപ്പോൾ ഉദ്ധവൻ പറഞ്ഞു, എനിക്കവളെ വിവാഹം കഴിച്ച് എൻ്റെ മക്കളെ വളർത്തുന്ന ഒരു സ്ത്രീയായിട്ട് തന്നെയാണ്. അപ്പോൾ കൃഷ്ണൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഉദ്ധവ, അവള് വയസ്സായി കഴിയുമ്പോൾ, അവൾക്ക് 19 വയസ്സാകുമ്പോൾ, അപ്പോഴും ഇപ്പം അവൾ ആലിംഗനം ചെയ്യുമ്പോൾ നിനക്ക് കിട്ടുന്ന ആ സുഖം, ആ ഊഷ്മളത, അത് അന്നും അനുഭവിക്കാൻ നിനക്ക് പറ്റുമോ? ഉദ്ധവൻ പറഞ്ഞു, അറിയില്ലെങ്കിൽ നീ ശൈബ്യയെ കാണുന്നത് ഒരു വഴിയോര അഗ്നിയായിട്ടാണ്, തൽക്കാലം ഒന്ന് തീ കായാൻ. ഉദ്ധവ, ഒരു പെണ്ണിനെ ഹൃദയത്തിൽ തട്ടി സ്നേഹിക്കുന്നവനാണെങ്കിൽ അവൾക്ക് 80 വയസ്സായാലും മരണാസന്നയായി കിടന്നാലും അവളുടെ ആലിംഗനത്തിന് ചെറുപ്പകാലത്തുണ്ടായ ആലിംഗനത്തിൻ്റെ ചൂട് കാണും. ഉദ്ധവ, നീ നിനക്കുള്ളതെല്ലാം ഈ ശൈബ്യ എന്ന അഗ്നിയിൽ ഹോമിക്കണം. നിനക്ക് അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? നിനക്കൊരാഗ്രഹവും പാടില്ല. നിന്റെ ആഗ്രഹങ്ങളെല്ലാം അവളുടേതായി മാറണം. ഒരു പുരുഷൻ ഒരു പെണ്ണിനെ സ്നേഹിക്കുമ്പോൾ യഥാർത്ഥ സ്നേഹമെന്ന് പറയുന്നത് ആ സ്ത്രീക്ക് അവൻ അടിമപ്പെടുകയാണ്. തൻ്റെ എല്ലാം ആ സ്ത്രീക്ക്, ആ സ്ത്രീയാകുന്ന അഗ്നിയിൽ ഹോമിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ നീ അതിന് തയ്യാറാകുന്നില്ല. ഉദ്ധവൻ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ പറഞ്ഞു, ഇത്രയേ ഉള്ളൂ ഉദ്ധവ, നീ പറഞ്ഞിരിക്കുന്നു ശൈബ്യ വയസ്സ് ചെല്ലുമ്പോൾ അപ്പോഴും ഈ ആകർഷണം നിനക്കുണ്ടാകുമോ എന്ന് ചോദിച്ചെനിക്ക് ഒരു ഉത്തരം വരാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഉദ്ധവ, തൽക്കാലം നീ ചെയ്യേണ്ടത് ഇപ്പോൾ ഇവിടെ നിന്ന് മാറി നിൽക്കുക. നോക്കൂ, കുശസ്ഥലി കീഴടക്കുന്നതിന് വേണ്ടി ബലരാമൻ ജ്യേഷ്ഠൻ പോവുകയാണ്.
നീ ബലരാമൻ ജ്യേഷ്ഠൻ്റെ കൂടെ പോയിരിക്കണം. അവിടെ പുണ്യജന രാക്ഷസന്മാരാണ് അവിടെ ഉള്ളത്. ഈ സമയത്ത് ബലരാമൻ ജ്യേഷ്ഠനെ നീ സഹായിക്കുകയും അതോടൊപ്പം തന്നെ നീ നിന്റെ മനസ്സിൽ ഒരു ഉറച്ച തീരുമാനമെടുക്കണം. ശൈബ്യ ഒരു വഴിയോര തീയാണോ അതോ ഹോമാഗ്നിയാണോ? 90-ാം വയസ്സിലും ശൈബ്യ ആലിംഗനം ചെയ്താൽ ഇപ്പം ആലിംഗനം ചെയ്യുന്ന അതേ തീഷ്ണത നിനക്കുണ്ടാകുമോ? ഇത് കൃത്യമായ ഒരു ഉത്തരം നീ കണ്ടെത്തണം. അതുവരെ നീ മാറി നിൽക്കണം. നീ ഒരു കാര്യം ആലോചിച്ചോളൂ ഉദ്ധവ, ശൈബ്യ അതിസുന്ദരിയാണ്, അതേ അതീവ സുന്ദരിയാണ്, എനിക്കും അവളെ ഇഷ്ടമാണ്. ഉദ്ധവൻ ഞെട്ടിപ്പോയി. അതെ, പക്ഷേ നിന്നെ പോലെ അല്ല. അവളെ ഇഷ്ടപ്പെടാത്തത് ആരാണ്? അവളൊരു പുലിയാണ്. അവളെ സംബന്ധിച്ചിടത്തോളം ഉദ്ധവ, ഇപ്പോൾ നിനക്കെന്നല്ല ആർക്കും ഒരു കാമുകിയുടെ ഭാവം ഇപ്പോൾ കിട്ടില്ല. ഒരുപക്ഷെ അവക്ക് അമ്മയായി കഴിഞ്ഞ് മക്കളെയൊക്കെ നോക്കി ഭർത്താവിനെ നോക്കുന്ന ഒരു സ്ത്രീയുടെ ഭാവവും ഇപ്പൊ അവളിൽ ഉണ്ടാകില്ല. അവളുടെ ഉള്ളിൽ ഇപ്പൊ ഒന്ന് മാത്രമേ ഉള്ളൂ, പക, കടുത്ത പക, ഈ ലോകത്തോട് തന്നെ പക. അവളുടെ അമ്മാവനായ ശ്രീ ഗാല വാസുദേവനെ അത്ര കണ്ട് സ്നേഹിച്ച് ആരാധിച്ചിരുന്നു. ആ മരണമേൽപ്പിച്ച ആഘാതത്തിൽ നിന്ന് അവൾ ഇനിയും മുക്തയായിട്ടില്ല. അതുകൊണ്ട് ഉദ്ധവ, നീ പോവുക. നീ അവളെ എങ്ങനെ കാണുന്നു എന്ന് വിചാരിക്കുക. ഉദ്ധവ, ഒരു കാര്യവും കൂടെ ഞാൻ നിന്നോട് പറയട്ടെ. അപ്പോൾ ഉദ്ധവൻ കൃഷ്ണന്റെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, നീയും ബലരാമനും എന്നെ എന്നും കുറ്റപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്, രാധ. ഞാൻ രാധയെ മറന്നു. ബലരാമൻ ജ്യേഷ്ഠനും നീയും ആ കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. ഉദ്ധവ, നീ ഏതെങ്കിലും ഒരു കാര്യത്തിൽ എനിക്കെതിരായി നിന്നിട്ടുണ്ടെങ്കിൽ അത് രാധയുടെ കാര്യത്തിലാണ്. എൻ്റെ ബലരാമൻ ജ്യേഷ്ഠനും അത് തന്നെയാണ്. നിങ്ങൾ രണ്ടുപേരും പറയും, ഞാൻ വൃന്ദാവനത്തിൽ പോയി രാധയെ കണ്ടില്ല, രാധയെ ഞാൻ വിവാഹം കഴിക്കണമെന്ന്. ഉദ്ധവ, നിനക്കറിയാമോ ഞാൻ ഒരിക്കലും രാധയെ ഒരു വഴിയോര അഗ്നിയായിട്ടല്ല കണ്ടിട്ടുള്ളത്. പവിത്രമായ ഹോമാഗ്നിയാണ് അവൾ എനിക്ക് സർവസ്വവുമാണ്. ഉദ്ധവ, ഞാൻ വൃന്ദാവനത്തിലായിരുന്നപ്പോൾ ജീവിതത്തിൽ എന്നെങ്കിലും ഒരിക്കൽ ഒരു ഇടയന്റെ വേഷം കളഞ്ഞ് മധുരയിലേക്ക് വരേണ്ടി വരുമെന്നറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ രാധയെ സ്നേഹിക്കത്തില്ലായിരുന്നു, ഒരിക്കലും സ്നേഹിക്കത്തില്ലായിരുന്നു. ജീവിതം മുഴുവനും ഒരു ഗോപകുമാരനായി കഴിയേണ്ടി വരും എന്ന കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ രാധയെ സ്നേഹിച്ചത്. ഉദ്ധവൻ അത്ഭുതത്തോടുകൂടി കൃഷ്ണനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഞാൻ എന്തുകൊണ്ട് രാധയെ തിരക്കി പോകുന്നില്ല? നിനക്ക് അതിൻ്റെ ഉത്തരം നിനക്കറിയണ്ടേ? ഞാൻ അവളെ സ്നേഹിക്കുന്നു, ഞാൻ അവളെ അഗാധമായി സ്നേഹിക്കുന്നു. ഉദ്ധവ, അവൾ സ്നേഹിക്കുന്നത് ആട്ടിടയനായ മാടുകളെ മേയ്ക്കുന്ന അവളുടെ കണ്ണനെയാണ്. അവൾ ഈ വസന്തത്തിൽ വിരിഞ്ഞ മനോഹരമായ പൂവാണ്. അവളെ ഞാൻ മധുരയിലേക്ക് കൊണ്ടുവന്ന് ഈ തീച്ചൂളയിലേക്ക് ഇട്ടാൽ അവൾ വാടിപ്പോകും. അവൾക്കൊരിക്കലും കഴിയില്ല. ഞാൻ വൃന്ദാവനത്തിലായിരുന്നപ്പോൾ അവളെ ഹോമാഗ്നിയായിട്ടാണ് കണ്ടത്. ഞാൻ എൻ്റേതെല്ലാം ഹോമിക്കുകയായിരുന്നു. ഉദ്ധവ, നീ കണ്ടിട്ടുണ്ടോ? ഒരിക്കൽ പോലും ഞാൻ അവളോട് പിണങ്ങിയിട്ടില്ല. അവൾ എത്ര കോപിക്കുമ്പോഴും ഞാൻ അവളുടെ തൃപ്പാദങ്ങളിലായിരുന്നു. അവളുടെ പാദമെടുത്ത് ഞാൻ തലയിൽ വെക്കുമായിരുന്നു. ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെ ഉദ്ധവ. കാരണം എനിക്കുള്ളതെല്ലാം ഞാൻ അവളിൽ അന്ന് ഹോമിക്കാൻ തയ്യാറായിരുന്നു. അതുകൊണ്ടാണ് രാധ എനിക്ക് പ്രിയപ്പെട്ടവളായി മാറിയത്. പക്ഷേ ഇപ്പോൾ അതുപോലെ ഉദ്ധവ, എനിക്കുള്ളതെല്ലാം അവളെന്ന ഹോമാഗ്നിയിൽ ഹോമിക്കാൻ എനിക്ക് കഴിയില്ല ഉദ്ധവ, എനിക്ക് കഴിയില്ല. ഉദ്ധവൻ അത്ഭുതത്തോടെ കൃഷ്ണനെ നോക്കി. കൃഷ്ണൻ പറഞ്ഞു, ഉദ്ധവ, ഞാൻ രാധയെ വിവാഹം കഴിക്കുന്നു എന്നിരിക്കട്ടെ, ഞാൻ മധുരയിലേക്ക് വരുന്നു. ഉദ്ധവൻ അറിയാമോ, വൃന്ദാവനത്തിൽ വെച്ച് രാധ എന്തു പറഞ്ഞാലും ഞാൻ അനുസരിക്കും. രാധയുടെ ആഗ്രഹത്തിന് വിപരീതമായിട്ട് ഒരിക്കലും നിൽക്കില്ല. കാരണം എനിക്ക് ആഗ്രഹങ്ങളില്ല. ഞാൻ എന്നെ തന്നെ രാധ എന്ന ഹോമാഗ്നിയിൽ ഹോമിച്ചു. പക്ഷേ ഞാൻ അവളെ മധുരയിലേക്ക് കൊണ്ടുവന്നാൽ എനിക്ക് ജരാസന്ധനുമായി പോരാടേണ്ടി വരും. അധർമ്മം കാണിക്കുന്ന പല ചക്രവർത്തിമാരുമായും എനിക്ക് പോരാടേണ്ടി വരും. അവിടേക്കൊക്കെ ഞാൻ പോകുമ്പോൾ
രാധ പോകണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ കൂടെ വേണം, അല്ലെങ്കിൽ രാധയും എൻ്റെ കൂടെ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വച്ച് എനിക്കത് അംഗീകരിക്കാൻ കഴിയില്ല ഉദ്ധവ. എനിക്കൊരിക്കലും രാധ ഞാൻ യുദ്ധത്തിനായി പുറപ്പെടുമ്പോൾ അതിനെ തടയുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഇന്ന കണക്ക് പോകാമെന്ന് പറഞ്ഞാൽ അതെനിക്ക് പറ്റില്ല ഉദ്ധവ. ഞാൻ വന്നിരിക്കുന്നത് ധർമ്മം സ്ഥാപിക്കാനാണ്. മധുരയിലേക്ക് വന്ന കൃഷ്ണന് ഇനി ഒരിക്കലും രാധ പറയുന്നത് പൂർണ്ണമായും അനുസരിക്കാൻ പറ്റില്ല. കാരണം എൻ്റെ യാത്ര നീണ്ടുപോവുകയാണ്. അവിടെ എനിക്ക് അവളെ ഗൗനിക്കാൻ പോലും പറ്റില്ല. ഞാൻ അവളെ മധുരയിൽ വിവാഹം ചെയ്തുകൊണ്ട് വന്നാൽ അവൾ പറയുകയാണ് ഇവിടെ വച്ച് രാസലീല നടത്തണമെന്ന് പറഞ്ഞാൽ പറ്റില്ല. വൃന്ദാവനത്തിലേക്ക് പോയി നമുക്ക് രാസലീല നടത്താമെന്ന് പറഞ്ഞാൽ ഈ മധുരയിലെ കൃഷ്ണന് ഇനി പറ്റില്ല. മധുരയിലെ കൃഷ്ണൻ ഒരിക്കലും ഇനി വൃന്ദാവനത്തിലെ കണ്ണനാകാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് എന്നെ തന്നെ അവളെന്ന അഗ്നിയിൽ ഹോമിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഉദ്ധവ ഞാൻ രാധയുടെ അടുക്കലേക്ക് പോകാത്തത്. അതുകൊണ്ട് മാത്രമാണ് പോകാത്തത്. പക്ഷേ ഉദ്ധവ, ഇന്നും എൻ്റെ ഉള്ളിലെ പവിത്രമായ അഗ്നി അത് രാധ തന്നെയാണ്. വഴിയരികിൽ ഞാൻ പല അഗ്നികളും കാണും. അതൊക്കെ തീ കായാനിരിക്കുന്നതാണ്. ആ അഗ്നികളിലൊന്നും ഞാൻ എന്നെ ഹോമിക്കത്തില്ല. ഞാൻ എന്നെ ഹോമിച്ച അഗ്നി രാധയാണ്. പക്ഷെ ഇനി എനിക്കതിന് കഴിയാത്തത് കൊണ്ടാണ് ഞാൻ പോകാത്തത്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ കൃഷ്ണന്റെ കണ്ണുകൾ നിറഞ്ഞു. കൃഷ്ണൻ നടന്നൊരു മരത്തിന്റെ ചുവട്ടിൽ ചെന്ന് തൻ്റെ ശിരസ് കൈകളിൽ താങ്ങി ആ വൃക്ഷത്തിൽ ഇങ്ങനെ ചാരിയിരുന്നു. ഉദ്ധവൻ നോക്കുകയായിരുന്നു. ഉദ്ധവൻ നടന്ന് കൃഷ്ണന്റെ അടുക്കലേക്ക് ചെന്നപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. കൃഷ്ണന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ ഒഴുകിയിറങ്ങുകയാണ്. ഉദ്ധവനെ കണ്ടപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഉദ്ധവ, ഞാൻ രാധയെ സ്നേഹിക്കുന്നു. ഉദ്ധവ, ഞാൻ രാധയെ സ്നേഹിക്കുന്നു. അവൾ എനിക്ക് പ്രിയപ്പെട്ടവളാണ്. പക്ഷേ മധുരയിലേക്ക് കൊണ്ടുവന്നാൽ അവളും ഞാനും തമ്മിൽ പലതവണ പിണങ്ങേണ്ടതായിട്ട് വരും. എനിക്കും അവളോട് ചിലപ്പോൾ പരുഷമായി സംസാരിക്കേണ്ടി വന്നെന്നിരിക്കും. അത് ഒഴിവാക്കാനാണ്. പക്ഷേ ഇപ്പോഴും എനിക്ക് അവൾ എൻ്റെ പ്രാണനാണ്, എൻ്റെ പവിത്രാഗ്നിയാണ്. ഈ നിലയിലേക്ക് നിനക്ക് എത്താൻ പറ്റുമെങ്കിൽ അന്ന് നീ ശൈബിയെക്കുറിച്ച് ചിന്തിച്ചോളൂ. ഇപ്പോൾ ഉദ്ധവ, എനിക്ക് അല്പനേരം വേണം, എനിക്ക് ഒറ്റയ്ക്കിരിക്കണം. നീ ബലരാമൻ ജ്യേഷ്ഠനെ സഹായിക്കാൻ പൊയ്ക്കുള്ളൂ. കാരണം രാധ എൻ്റെ പ്രാണനാണ്. ഞാൻ അവളെക്കുറിച്ച് അല്പനേരം ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. ഉദ്ധവൻ വിചാരിച്ചു കൃഷ്ണനെ മനസ്സിലാക്കാൻ ഈ ലോകത്താർക്കും സാധ്യമല്ല. ഉദ്ധവൻ നടന്നു നീങ്ങി. കൃഷ്ണൻ തൻ്റെ മുഖം കൈകളിലെടുത്തിട്ട് കൃഷ്ണൻ ഏങ്ങിക്കരയാൻ തുടങ്ങി. കൃഷ്ണൻ പറഞ്ഞു, രാധേ, നീ എന്നെ ശപിക്കുകയാണോ? എനിക്കറിയില്ല. നിനക്കെന്നോട് ദേഷ്യമാണോ? എനിക്കറിയില്ല. രാധേ, മറ്റ് സ്ത്രീകളെ കാണുമ്പോൾ എൻ്റെ ഹൃദയം ചഞ്ചലമാകുന്നു. സത്യമാണ്. ഞാൻ അവരോട് സ്നേഹത്തിൽ സംസാരിക്കുന്നു. സത്യമാണ് രാധേ. പക്ഷേ സ്നേഹവും പ്രണയവും രണ്ടാണ് രാധേ. ശൈബിയെയും ഞാൻ സ്നേഹിക്കുകയാണ് ചെയ്യുന്നത്, രുക്മിണിയെയും ഞാൻ സ്നേഹിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ രാധേ, നിന്നെ ഞാൻ പ്രണയിക്കുകയാണ്. സ്നേഹവും പ്രണയവും രണ്ടാണെന്ന് മനുഷ്യൻ അറിയുന്നില്ല രാധേ. ഞാൻ എൻ്റെ വഴിത്താരയിൽ ഇനി കണ്ടുമുട്ടുന്ന ഏത് സ്ത്രീയെയും ഞാൻ സ്നേഹിക്കത്തതേ ഉള്ളൂ, പ്രണയിക്കില്ല. സ്നേഹം എപ്പോഴും വഴിയോരത്തെ തീയാണ്. അല്പനേരം നമ്മൾ തീ കായും, പിന്നെ നമ്മൾ പോകുന്നു. പ്രണയമതല്ല. ഞാൻ എന്നെ തന്നെ രാധയിൽ ഹോമിക്കുന്നു. ആ അഗ്നിയാണ് രാധ, പവിത്രമായ അഗ്നിയാണ് രാധേ. നീ എന്നെ മനസ്സിലാക്കുമോ രാധേ? നീ എന്നെ മനസ്സിലാക്കുമോ? അതോ നീ എന്നെ വെറുക്കുമോ? എൻ്റെ കഥകൾ കേട്ട് രുക്മിണി, ശൈബ്യ ഇത് കേട്ട് നീ വെറുക്കുമോ? എനിക്കറിയില്ല. നിന്റെ മനസ്സ് വേദനിക്കുന്നുണ്ട്, എനിക്കറിയാം.
മാപ്പ്, എന്നോട് ക്ഷമിക്കൂ. പെട്ടെന്ന് രാധാറാണി വൃന്ദാവനത്തിൽ തൻ്റെ കട്ടിലിൽ നിന്ന് ചാടി എഴുന്നേറ്റു. ആരാണ് എന്നോട് മാപ്പ് പറഞ്ഞത്? ആരാണ് എന്നോട് മാപ്പ് പറഞ്ഞത്? രാധാറാണി ചുറ്റും നോക്കി. ഇല്ല, ആരുമില്ല, അവിടെങ്ങും ആരുമില്ല. രാധാറാണി അവിടെ നിന്നിറങ്ങി നന്ദഗോപരുടെ വീട്ടിലേക്ക് പോയി. നന്ദഗോപരെ കണ്ടു. ഇന്ന് ആ സംഭവത്തിന് ശേഷം നന്ദഗോപരെ എല്ലാ ദിവസവും രാധാറാണി പോയി കാണുമായിരുന്നു. ഒരു പുത്രിയുടെ സ്ഥാനത്ത് നിന്ന് നന്ദർക്ക് വേണ്ടുന്നതെല്ലാം ചെയ്യും. എന്നിട്ട് ആ വഴിത്താരകളിലൂടെ നന്ദനുമായിട്ട് രാധാറാണി നടക്കും. വൃന്ദാവനത്തിൽ എല്ലാവർക്കും അതൊരു അതിശയ കാഴ്ചയായിരുന്നു. ഇന്ന് നന്ദൻ രാവിലെ സ്നാനത്തിന് പോകുന്നതും സ്നാനം കഴിഞ്ഞ് തിരിച്ചു വരുന്നതും അതിനുശേഷം അമ്പലത്തിലേക്ക് പോകുന്നതും രാധാറാണിയോടൊപ്പമാണ്. നടക്കുന്ന അവസരത്തിൽ രാധാറാണി നന്ദഗോപരുടെ കൈകളിൽ മുറുകെ പിടിക്കുമായിരുന്നു. തൻ്റെ പിതാശ്രീ, അതേ രാധാറാണിക്ക് തൻ്റെ പിതാശ്രീയാണ്. അന്നും പതിവ് പോലെ ചെന്നു കഴിഞ്ഞിട്ട് നന്ദഗോപരോട് പറഞ്ഞു, അച്ഛാ. അപ്പം നന്ദഗോപര് ചോദിച്ചു, എന്താ മോളെ? ഇതുവരെയും നന്ദാശ്രീ എന്നാണ് വിളിച്ചിരുന്നത്, പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പം നന്ദഗോപരെ അച്ഛ എന്നാണ് രാധാജി വിളിക്കുന്നത്. അപ്പോൾ പറഞ്ഞു, അച്ഛാ, എനിക്കറിയില്ല. കൃഷ്ണൻ എന്നോട് മാപ്പ് പറയുന്നതായിട്ട് എനിക്കിങ്ങനെ തോന്നി. അപ്പോൾ പറഞ്ഞു, തോന്നലാണ്, അത് നിന്റെ തോന്നലായിരിക്കും, സാരമില്ല മോളെ, നീ അതിനെക്കുറിച്ച് ഇപ്പോൾ നീ ചിന്തിക്കണ്ട എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, മോളെ, നമുക്ക് രണ്ടിനും ഒന്ന് നടക്കാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ കാണാം, അവരെ ഞെട്ടിച്ചുകൊണ്ട് ഒരു രഥം വന്ന് അവിടെ നിന്നു. ആ രഥത്തിൽ നിന്ന് അതാ ഇറങ്ങി വരികയാണ്. രണ്ടുപേരും അത്ഭുതത്തോടു കൂടി നോക്കുകയാണ്. ആ ഇറങ്ങി വരുന്നത് മറ്റാരുമല്ല, ഏകാനാംശയാണ് ഇറങ്ങി വരുന്നത്. ഏകാനാംശ വന്ന് നന്ദഗോപരുടെ കാല് തൊട്ട് തൊഴുതിട്ട് നന്ദഗോപരുടെ കൈകളെടുത്ത് തൻ്റെ നെഞ്ചത്ത് പിടിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, എന്നോട് ക്ഷമിക്കണം അച്ഛാ. അന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞു, നിങ്ങൾ എന്നെ പ്രസവിച്ചപ്പോൾ കൊല്ലാൻ കൊടുത്തതല്ലേ എന്ന്. എൻ്റെ മനസ്സിൽ അത്രയ്ക്ക് വിഷമമുണ്ടായിരുന്നു. പക്ഷേ രാധാറാണി അയച്ച സന്ദേശം വായിച്ചപ്പോൾ എനിക്കെല്ലാം മനസ്സിലായി. നന്ദൻ അത്ഭുതത്തോടു കൂടി രാധാറാണിയെ നോക്കി. അപ്പോൾ രാധാറാണി ഒന്ന് പുഞ്ചിരിച്ചു. അതെ, രാധാറാണി എനിക്ക് ഒരു സന്ദേശം അയച്ചിരുന്നു. അതിലെഴുതിയിരുന്നു, ഓരോ നിമിഷവും എന്നെക്കുറിച്ച് ഓർത്ത് നീറിയാണ് അച്ഛൻ ജീവിച്ചിരുന്നതെന്ന്. ഞാൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയാതെ, ഞാൻ മരിച്ചുപോയി എന്ന് വിശ്വസിച്ച് ഉള്ളുകൊണ്ട് കരഞ്ഞ് ആരോടും സങ്കടം പങ്കുവയ്ക്കാൻ പോലും പറ്റുന്നില്ല. കാരണം അങ്ങനെ പങ്കുവച്ചാൽ അത് കൃഷ്ണന്റെ ജീവൻ ആപത്താണ് എന്ന് കരുതി ഉരുകിത്തീർന്ന ഒരു മനുഷ്യനെയാണ് ഏകാനാംശേ നീ വീണ്ടും മുറിപ്പെടുത്തിയത് എന്ന് എനിക്ക് എഴുത്ത്. ആ സന്ദേശം അയച്ചു. അച്ഛാ, പിതാശ്രീ, എന്നോട് ക്ഷമിക്കണേ. അപ്പോൾ അദ്ദേഹം ഏകാനാംശയെ തൻ്റെ നെഞ്ചോട് ചേർത്തു, കവിളത്ത് തട്ടിയിട്ട് പറഞ്ഞു, സാരമില്ല മോളെ. ഏകാനാംശ പറഞ്ഞു, പിതാശ്രീ, ഞാൻ ഇന്നു മുതൽ ഇവിടെയാണ്, ഞാൻ ഇനി തിരിച്ചു പോകുന്നില്ല എന്ന് പറഞ്ഞു. അത് കേട്ടുകൊണ്ടാണ് യശോദാമ്മ ഇറങ്ങി വന്നത്. യശോദാമ്മ അത് കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നന്ദഗോപര് പറഞ്ഞു, മകളെ, ജന്മം കൊണ്ടല്ല ഒരാള് പിതാവും മാതാവുമാകുന്നത്, കർമ്മം കൊണ്ടാണ്. ഞാനും യശോദയും നിനക്ക് ജന്മം തന്നു എന്ന് മാത്രമേ ഉള്ളൂ മോളെ. നീ കുഞ്ഞുനാൾ തൊട്ടേ നിന്നെ വളർത്തിയത് വലുതാക്കിയത് എല്ലാം വസുദേവനും ദേവകിയുമാണ്. കുഞ്ഞുനാൾ തൊട്ടേ നീ അച്ഛാന്നും അമ്മാന്നും വിളിച്ചത് അവരാണ്. അതുകൊണ്ട് ഏകാനാംശ, നീ അവരുടെ അടുക്കലേക്ക് തന്നെ തിരിച്ചു പോയിക്കൊള്ളൂ. അത് മാത്രവുമല്ല മകളെ, നീ ഒരു രാജകുമാരിയായിട്ടാണ് അവിടെ വാഴുന്നത്. ഇവിടെ ആ രാജകുമാരിയുടെ ഒരു പ്രഭയും നിനക്ക് കിട്ടില്ല. കുറച്ച് കഴിയുമ്പോൾ നിനക്ക് ഇവിടവും അടുത്തു തുടങ്ങും. അതുകൊണ്ട് മകളെ, നീ പൊയ്ക്കൊള്ളൂ, എനിക്ക് മറ്റൊരു മകളുണ്ട്. അപ്പോൾ ഏകാനാംശ പറഞ്ഞു, മറ്റൊരു മകളോ? അതെ, എനിക്ക് മറ്റൊരു മകളുണ്ട് എന്ന് പറഞ്ഞ് രാധാറാണിയെ പിടിച്ച് ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു, എൻ്റെ സുഹൃത്ത് വൃഷഭാനുവിൻ്റെ മകൾ. വൃഷഭാനുവിന് ഞാനെന്ന് പറഞ്ഞാൽ പ്രാണനാണ്. ഞാൻ
ഇവിടെ വന്നപ്പോൾ, ആമ്പാടി വിട്ട് ഇവിടെ വന്നപ്പോൾ എനിക്ക് അഭയം നൽകിയത് വൃഷഭാനുവായിരുന്നു. ആ വൃഷഭാനുവിൻ്റെ മകൾ ഇന്ന് എൻ്റെ സ്വന്തം മകളാണ്. മകളെപ്പോലെയല്ല, സ്വന്തം മകളാണ്. ഏകാനാംശേ, നീ പോലും ഒരിക്കൽ എന്നെ തള്ളിപ്പറഞ്ഞു. പക്ഷേ രാധ, ഞാൻ വളർത്തിയെടുത്ത കൃഷ്ണൻ പോലും അവളെ തിരിഞ്ഞു നോക്കുന്നില്ല. എന്നിട്ടും ഞാൻ ഇന്ന് അവൾക്ക് പിതാവാണ്. ഒരച്ഛന് ഒരു മകള് മതി, 2 മകള് വേണ്ട എന്ന് പറഞ്ഞ് രാധയെ ചേർത്ത് വെച്ചുകൊണ്ട് അദ്ദേഹം രാധാറാണിയുമായി നടന്നു നീങ്ങി. ഏകാനാംശ അത് കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. ഏകാനാംശയുടെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷേ നടന്നു പോകുന്ന സമയത്ത് നന്ദഗോപരും രാധാറാണിയും രണ്ടുപേരും കരയുന്നുണ്ടായിരുന്നു. ആരും പരസ്പരം ഒന്നും മിണ്ടിയില്ല. അല്പം നടന്നു കഴിഞ്ഞപ്പോൾ രാധാറാണി നന്ദഗോപരുടെ കണ്ണുനീര് തുടച്ചിട്ട് നന്ദരുടെ നെഞ്ചിലേക്ക് മുഖം അമർത്തിയിട്ട് വിളിച്ചു, അച്ഛാ. അപ്പോൾ നന്ദഗോപര് രാധാജിയെ ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു, മോളെ, എനിക്ക് ഒരേ ഒരു മകളേ ഉള്ളൂ. നീ തന്നെയാണ് മോളെ, നീ തന്നെയാണ്. കൃഷ്ണൻ ദൈവം, നീയും ദൈവമാണെങ്കിൽ ഗോലോകത്ത് വരുമ്പോൾ പിതാശ്രീക്ക് ആ സ്ഥാനം നീ നൽകണം മകളെ. അപ്പോൾ രാധാറാണി ഏങ്ങിക്കരഞ്ഞു. ഈ സമയത്ത് യശോദാമ്മയുടെ മുന്നിൽ ഏകാനാംശ നിൽക്കുകയാണ്. ഏകാനാംശ യശോദാമ്മയുടെ കൈകൾ എടുത്തിട്ട് പറഞ്ഞു, യശോദാമ്മേ, യശോദാമ്മേ, എന്നോട് ക്ഷമിക്കണം. ഞാൻ അച്ഛനോട് അങ്ങനെ പെരുമാറിയത് അറിയാതെയാണ്. ഇപ്പോഴാണ് എനിക്കെല്ലാം മനസ്സിലായി രാധാറാണിയുടെ എഴുത്ത് കിട്ടിയപ്പോൾ. അപ്പോൾ ഏകാനാംശ പറഞ്ഞു, മകളെ, നിന്നെ നഷ്ടപ്പെട്ടതിൽ അങ്ങേയറ്റം ദുഃഖിക്കുന്ന ഒരാളാണ്. പക്ഷേ ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നുണ്ട് ആ മനുഷ്യൻ്റെ ദുഃഖവും. ആ മനുഷ്യൻ പറഞ്ഞത് ശരിയാണ് മോളെ, നീ രാജകുമാരിയാണ്, നീ രാജകുമാരിയാണ്. പൊയ്ക്കൊള്ളൂ മോളെ, രാജകുമാരി മധുരയിൽ നിൽക്കൂ. അമ്മയ്ക്ക് കാണണമെന്ന് തോന്നുമ്പോൾ അമ്മ വരാം. യശോദാമ്മ ഏകാനാംശയെ ചേർത്ത് പിടിച്ച് ആ രഥത്തിലേക്ക് കൊണ്ടിരുത്തി. ഏകാനാംശയുടെ കൈ യശോദാമ്മയെടുത്ത് ആ കയ്യിൽ അമർത്തി ചുംബിച്ചു. യശോദാമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരടർന്നു വീണു. ആ രഥം അകന്നകന്നു പോയപ്പോൾ ഏകാനാംശ ഓടിപ്പോയി കട്ടിലിൽ വീണ് പൊട്ടിക്കരയുകയായിരുന്നു. ഹൃദയം പൊട്ടിക്കരയുകയായിരുന്നു. ലോകത്താർക്കും ഇങ്ങനൊരു സ്ഥിതി വരുത്തരുതേ. ജനിച്ചപ്പോ തന്നെ മക്കളെ മാറ്റിക്കിടത്തുക, എന്നിട്ട് വല്ലവരുടെയും കുഞ്ഞിനെ സ്വന്തം കുഞ്ഞെന്ന് പറഞ്ഞു വളർത്തുക. പറക്ക മുറ്റിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ അച്ഛനും അമ്മയും വന്ന് കൊണ്ടുപോവുക. സ്വന്തം മകളാണ്. അവൾ തിരിച്ചറിഞ്ഞപ്പോൾ അവൾക്ക് മാതാപിതാക്കളെ ആദ്യം വേണ്ട, പിന്നെ അവൾ തേടി വരുന്നു. അപ്പോൾ അവളെ പറഞ്ഞു വിടുന്നു. എന്തൊരു ഭാഗ്യഹീനയാണ് ഞാൻ എന്ന് പറഞ്ഞ് യശോദാമ്മ പൊട്ടിക്കരയുകയാണ്. ദിവസങ്ങൾ ഒന്നൊന്നായി കടന്നുപോയി. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാധാറാണി ആരോ കതകിന് മുട്ടുന്ന ശബ്ദം കേട്ടു. നിങ്ങൾ ഓർമ്മിക്കുക, രാധാറാണിയുടെ കഥ അതെനിക്കൊരു ഹരമാണ്. ഞാനിത് ഭയങ്കരമായിട്ട് റിസർച്ച് ചെയ്തതാണ്. അപ്പോൾ ഞാൻ കണ്ടെത്തിയ കാര്യങ്ങൾ അത്ഭുതകരമാണ്, അവിശ്വസനീയമാണ്. നമ്മുടെ പല പുരാണങ്ങളിലും പലതും ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. വരികൾക്കിടയിലൂടെ വായിച്ചു വരുമ്പോൾ കണ്ടെത്താം. എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടിയാണ് ഞാൻ അത് കണ്ടെത്തിയിട്ടുള്ളത്. പല പല ഗ്രന്ഥങ്ങളിൽ നിന്ന് പല അവാർഡ് നേടിയ പല ഗ്രന്ഥങ്ങളുണ്ട്. അതിൽ നിന്നാണ്. ആ ഗ്രന്ഥങ്ങളുടെ പേരൊക്കെ ഞാൻ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഇതുവരെ അപരിചിതമായിരുന്നൊരു പശ്ചാത്തലമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അന്ന് ഏകാനാംശ പോയി. ദിവസങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം കതകിനൊരു തട്ട് കേട്ടു. കതകിന് തട്ടുന്നത് കേട്ട് രാധാറാണി വന്ന് വാതിൽ തുറന്നു. വാതിൽ തുറന്ന രാധാറാണി തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആളിനെ കണ്ട് അറിയാതെ ഹോ എന്ന് ശബ്ദം വെച്ചു പോയി. അത്ഭുതപ്പെട്ടു പോയി രാധാറാണി. രാധാറാണിയുടെ കണ്ണുകൾ തള്ളി നിൽക്കുകയാണ്. തൻ്റെ മുന്നിൽ നിൽക്കുന്ന ആ രൂപം രാധാറാണി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഈ വന്നു നിൽക്കുന്നത് പുരുഷനല്ല, ഈ വന്നു നിൽക്കുന്നത് സ്ത്രീയാണ്. ഏകാനാംശയുമല്ല, സ്ത്രീയാണ്. നിങ്ങൾ ഞെട്ടിത്തെറിക്കുന്ന സ്ത്രീ. അതെ, ഈ കഥയിലെ വളരെ പ്രധാനപ്പെട്ട കഥാപാത്രമായ സ്ത്രീ. ഒരു സ്ത്രീ. ഒരിക്കലും രാധ വിചാരിച്ചില്ല ഈ സ്ത്രീ തന്നെ തേടി വരുമെന്ന് രാധാറാണി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അത്ഭുത ആദരവോടുകൂടി
രാധാറാണി അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ്. ആരായിരിക്കും ഈ സ്ത്രീ? നിങ്ങൾക്ക് ഊഹിക്കാമോ? എൻ്റെ പ്രേക്ഷകർക്ക് ഞാൻ വിട്ടുതരികയാണ്, ഊഹിച്ചെടുക്കൂ. അടുത്ത ചൊവ്വാഴ്ച ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പറ്റുമെങ്കിൽ വാട്സപ്പിലിട്, അല്ലെങ്കിൽ കമന്റിലിട്. നിങ്ങൾ ഇടൂ. അതേ, രാധാറാണി കണ്ട് അറിയാതെ വാ തുറന്നു പോയ, അറിയാതെ രാധാറാണിയുടെ കണ്ണുകൾ തള്ളിപ്പോയ, രാധാറാണിയുടെ മുഖത്ത് അത്ഭുതവും സംഭ്രമവും സങ്കടവും എല്ലാം കൂടെ ഒന്നിച്ചു കണ്ടു. ആ കണ്ടത് ഏത് സ്ത്രീയെ കണ്ടിട്ടാണ്? കാത്തിരിക്കൂ. അടുത്ത ചൊവ്വാഴ്ച ഞാൻ വരും രാധയുടെ പ്രണയവുമായി. എൻ്റെ രാധാറാണി അമ്മയെ അനുഗ്രഹിച്ചാൽ. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ഇനി മന്ത്രം ചൊല്ലണ്ടേ? ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായൈ സ്വാഹ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായൈ സ്വാഹ.